സെക്കൻഡ്. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ദിസ് പാർട്ട് ഓഫ് ദ ഫീച്ചർ ഫിലിം is sponsored by Boko Haram, the world's #1 terrorist organization. അപ്പോൾ ഇന്ന് നമ്മളുടെ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് അവരാണ്. ഇനി അതിൻ്റെ പേരിൽ വീഡിയോ ഡിലീറ്റ് ആയി പോകുന്നതെന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ കോപ്പിറൈറ്റ് സ്ട്രൈക്കും അടിച്ചെന്നിരിക്കാം. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് സർക്കാസമാണ് കേട്ടോ, എൻ്റെ പൊന്ന് യൂട്യൂബുകാരെ ചതിക്കരുത്. ഇത് പറയാതെ നിവൃത്തിയില്ല, അതുകൊണ്ടാണ് ഇന്ന് നമ്മളിങ്ങനെ പറയേണ്ടി വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ടൈറ്റിലും ഡിസ്ക്രിപ്ഷനിലൊക്കെ ഇട്ടതുപോലെ നമ്മളുടെ നൈജീരിയയിലേക്ക് 2.5 ലിറ്റർ അല്പം കൂടിയാലും കുഴപ്പമൊന്നുമില്ല, 2.5 ലിറ്റർ കണ്ണുനീര് ആവശ്യമുണ്ട്. അത് ആനേക്ക സംഭാവന ചാഹിയെ എന്നതാണ് നമുക്ക് പറയാനുള്ളത്. കാരണം നമുക്കറിയാം, ഇന്ന് ലോകത്ത് എല്ലായിടത്തും സംസാര വിഷയം എന്ന് പറയുന്നത് കുട്ടികൾ കൊല്ലപ്പെടുന്നതിനെക്കുറിച്ച്, ആളുകൾ മരിച്ചു വീഴുന്നതിനെക്കുറിച്ച്, അക്രമത്തെക്കുറിച്ച്, യുദ്ധത്തെക്കുറിച്ച്, ഇതൊക്കെയാണ് ആളുകൾ പറയുന്നത്. പക്ഷെ ഒറ്റ കുഴപ്പമേ ഉള്ളൂ, അത് സംഭവിക്കുന്നു എന്ന് വരുമ്പോൾ അത് ചെയ്യുന്നത് മുസ്ലിങ്ങളാവാൻ പാടില്ല. മുസ്ലിങ്ങളല്ലാതെയുള്ള ആളുകൾ അത് ചെയ്താൽ മാത്രമാണ് നമുക്കത് ഒരു സംസാര വിഷയപാത്രം പോലും ആകുന്നുള്ളൂ എന്നതാണ് നമ്മളെ മുന്നിലുള്ള ഒരു വിഷയം. അപ്പോൾ അങ്ങനെ ഇരിക്കെ നമ്മൾ മറന്നുപോകാൻ സാധ്യതയുള്ള ഒരു വിഷയമായതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ബോക്കോ ഹറാമിനെ കുറിച്ച് പറയേണ്ടി വരുന്നത്. അവർ ചെയ്ത ഒരു കുൽസിത പ്രവൃത്തിയെക്കുറിച്ച് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒരു കാരണം അതാണ്. രണ്ടാമത്തെ കാരണം ഇതെന്തുകൊണ്ട് എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വിഷയം നമ്മളിവിടെ ഇപ്പോൾ ഈ 21-ാം നൂറ്റാണ്ടിൽ നമ്മൾ സംസാരിക്കുന്ന, കാണാൻ പോകുന്ന, കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വിഷയം നമ്മുടെ കേരളത്തിലും ഒരു തരത്തിൽ ഇവിടെ നടന്നിട്ടുണ്ട് എന്നത് പറഞ്ഞാൽ നിങ്ങളിൽ എത്ര പേര് വിശ്വസിക്കും? അത് കൂടി നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇത് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലും ഒരു ബോക്കോ ഹറാം ഇവിടെ ഉണ്ടായിരുന്നു എന്നതും കൂടിയാണ് എനിക്കിവിടെ ഓർമ്മിപ്പിക്കാനുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, ആരാണ് അവർ എന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട്. എന്നാലും ചുമ്മാ നമുക്കൊരു സസ്പെൻസിന് വേണ്ടിയിട്ട് തൽക്കാലം ഞാനിപ്പോൾ പറയുന്നില്ല, ഒരു വഴിക്ക് ഇറങ്ങല്ലേ, ഒരു വെടിക്ക് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വാർത്ത ഇതാണ്. നൈജീരിയയിൽ നിന്നുള്ള കുറച്ച് തട്ടിക്കൊണ്ടുപോകൽ എന്ന ഒരു വിഷയം, അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ജിഹാദിസ്റ്റ് കിഡ്നാപ്പിംഗ് എന്ന് നമ്മൾ ഒറ്റ വാക്കിൽ വിളിക്കാം. അപ്പോൾ അതിൻ്റെ ചില നൂലാമാലകളും അതിൻ്റെ ചില വശങ്ങളുമാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ വീഡിയോ ഇവിടെ മുന്നോട്ട് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇത് കാണുന്നുണ്ട് എങ്കിൽ മര്യാദയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്തോ, ഇല്ലെങ്കിൽ വിവരം അറിയും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നൈജീരിയ എന്ന് പറയുമ്പോൾ അതിൻ്റെ ചിത്രം നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ ഒരു ചെറിയ ഭാഗം ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന ഒരു രാജ്യം തന്നെയാണ് നൈജീരിയ എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും അവിടെ നിന്നൊക്കെ നിങ്ങളുടെ ഓർമ്മയിലേക്ക് വരുന്നുണ്ടാവും. എനിക്ക് പ്രത്യേകിച്ച് വരാറൊന്നുമില്ല, ആ കൂടി വരുന്നത് ബോക്കോ ഹറാം മാത്രമാണ്. നിങ്ങൾക്ക് വേറെ വല്ലതും വരുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം നൈജീരിയ എന്ന് പറയുമ്പോൾ ബോക്കോ ഹറാം വരും. അതുപോലെ തന്നെ ബോക്കോ ഹറാം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് നൈജീരിയ ഓർമ്മ വരും. ഇതല്ലാതെ വേറൊന്നും എൻ്റെ മുന്നിൽ തെളിയാറില്ല. എൻ്റെ പൊന്ന് സാറേ, അതാണ് നമ്മളുടെ അവസ്ഥ. മൊത്തം പുകയാണ്, വെടിയാണ്, ഒച്ചയാണ്, ബഹളമാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തു നിന്നും വന്നിട്ടുള്ള വാർത്തയാണ് നമുക്കിന്ന് പറയാനുള്ളത്. നൈജീരിയയുടെ 2 പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, അതിൽ ഒന്ന് ഇവിടെ ചുമന്നത് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലം, ചിബോക്ക് എന്ന് പറയുന്ന സ്ഥലം. സ്ഥലത്തിൻ്റെ നാമം പറയുമ്പോഴത്തേക്കിനും പ്രശ്നമുണ്ടെങ്കിൽ നൈജീരിയക്കാരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. നമ്മളെല്ലാവരും ആഫ്രിക്കയിൽ നിന്ന് വന്നവരായതുകൊണ്ട് ഞാനിപ്പോൾ അത് പേരൊന്നും ഓർത്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് ക്ഷമിക്കുക. അപ്പോൾ ചിബോക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലം, അത് നൈജീരിയയുടെ നോർത്ത് ഈസ്റ്റേൺ റീജിയനാണ്. പിന്നെ ഇപ്പുറത്ത് നിങ്ങൾക്ക് കാണാം കഡൂണ എന്ന് പറയുന്ന ഒരു സ്ഥലം. പേര് ഉച്ചരിക്കുന്നത് ശരിയല്ലെങ്കിൽ ക്ഷമിക്കുക, മാഫ് കീജിയെ. ഈ 2 സ്ഥലങ്ങളാണ് നമ്മളിന്ന് ഇവിടെ ശ്രദ്ധിക്കാൻ പോകുന്നത്. അവിടെ സംഭവിച്ചിട്ടുള്ള 2 കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. അതിലേക്ക് കിടക്കുന്നതിന് മുന്നേ, നൈജീരിയ എന്ന് പറയുന്ന രാജ്യം, അത് ഇന്ന് നിലനിൽക്കുന്ന ഒരു രീതി, അത് നമ്മൾ ഒറ്റ നോട്ടത്തിൽ പറയുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് എന്ന് പറയുന്നത് തന്നെയാണ് ശരി. ഇപ്പോൾ കേരളത്തിൽ നമുക്കറിയാം, കേരളത്തിൽ ഹിന്ദുക്കളാണ് ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ എത്ര ശതമാനം ഹിന്ദുക്കളുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 50% അടുപ്പിച്ച്, അല്ലെങ്കിൽ ഒരു 51, 53 എന്നൊക്കെ പറയുന്ന ശതമാനം പറയുന്നത് പോലെ നൈജീരിയയിലെ മുസ്ലിം പോപ്പുലേഷൻ എന്ന് പറയുന്നത് 53 ആണ് 2018 കണക്കുകൾ പ്രകാരം. അതിന് മുന്നേ 50 ആയിരുന്നു 2003-05 എന്തായാലും. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന ഒരു പോപ്പുലേഷൻ വരുന്നത് ക്രിസ്ത്യൻ പോപ്പുലേഷനാണ്. 35% അവിടെ നമുക്ക് കാണാം. പിന്നെ അതുകൂടാതെ വേറെ കുറേ ആളുകളും ഒക്കെ ഉണ്ട്. എന്തായാലും റോമൻ കത്തോളിസിസം, അങ്ങനെ പല സാധനങ്ങളും പറയണം. എന്തായാലും എല്ലാം കൂടി കൂട്ടി പറയുകയാണെങ്കിൽ 10-40% ബാക്കിയുള്ള ആളുകളുണ്ട്.
ഇങ്ങനെയുള്ളൊരു സ്ഥലമാണ്. അവിടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഡെമോക്രസി തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പലതരം പ്രശ്നങ്ങൾ അവർ നേരിട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഇസ്ലാമിക് ഒരു റവല്യൂഷൻ പോലും അവിടെ നടത്താനുള്ള ശ്രമമൊക്കെ അവർ നടത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ഥലത്തെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞു ഈ കഡൂന എന്ന് പറയുന്ന സ്ഥലവും അങ്ങനെ തന്നെയല്ലേ, അതെ, കഡൂന എന്ന് പറയുന്ന സ്ഥലവും ചിബുക്ക് എന്ന് പറയുന്ന സ്ഥലം, അതായത് നോർത്ത് ഈസ്റ്റ് ആൻഡ് നോർത്ത് വെസ്റ്റ് എന്ന് പറയാവുന്ന 2 സ്ഥലങ്ങളാണ് ഇന്ന് നമ്മളുടെ മുന്നിൽ അവതരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു വിഷയമായിട്ട് മാറിയത്. കാരണം ഇവിടെ ഈ 2 സ്ഥലവും, ഒന്ന് നോർത്ത് ഈസ്റ്റ് ആണ്, ഒന്ന് നോർത്ത് വെസ്റ്റ് ആണെന്ന് പറയുമ്പോൾ ഈ 2 സ്ഥലത്തു നിന്നും നടന്നിട്ടുള്ള തട്ടിക്കൊണ്ടുപോകൽ എന്ന് പറയുന്നൊരു വിഷയവും അത് സംബന്ധിച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ് നമുക്ക് ഓർമ്മ വരേണ്ടത്. അത് ആര് ചെയ്തു എന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് വായിക്കാം. അറ്റ്ലീസ്റ്റ് 287 സ്കൂൾ ചിൽഡ്രൻ കിഡ്നാപ്ഡ് ബൈ ആംഡ് ഗൺമെൻ ഇൻ നോർത്ത് വെസ്റ്റ് നൈജീരിയ. അപ്പോൾ ഇതിൽ എനിക്കൊരു വിഷമം ബോധിപ്പിക്കാനുള്ളത്, ഈ വിഷയം ഇന്നലെ ഞാൻ വീഡിയോ ചെയ്യാനിരുന്നപ്പോഴാണ്, ഇത് ഇന്നലെ മുതൽ ഇങ്ങനെ രാവിലെ മുതൽ കണ്ടിരുന്നു. അപ്പോൾ അത് സംബന്ധിച്ച് വീഡിയോ ചെയ്യാനിരുന്നപ്പോഴാണ് നമ്മളുടെ സിദ്ധാർത്ഥിൻ്റെ ആ ഫയൽ മിസ്സാവുന്നതുമായി ബന്ധപ്പെട്ടുള്ള നമ്മളുടെ അഭിമന്യുവിൻ്റെ ഫയൽ മിസ്സാവുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം വന്നത്. അപ്പോൾ നമ്മൾ നേരെ വിഷയം മാറ്റി. പക്ഷേ ഞാൻ ഇന്നലെ തന്നെ തംബ്നെയിൽ ഉണ്ടാക്കി വെച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൽ ഞാൻ കൊടുത്ത വാർത്ത അത് ഇന്ന് എടുക്കാൻ വേണ്ടിയിട്ട് രണ്ടാമത് സെർച്ച് ചെയ്തപ്പോഴാണ് എൻ്റെ പൊന്നമ്മ എന്താണ് കുട്ടിമാമ ഞാൻ ഞെട്ടിമാമ എന്ന് പറഞ്ഞ പോലെ ഇന്നിതാ പുതിയ വാർത്ത വന്നിരിക്കുന്നു. അതായത് ഇന്നലെ ഞാൻ നോക്കിയപ്പോൾ 100 പേരെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് വേറൊരു വാർത്തയായിരുന്നു. അത് സ്ത്രീകളെയും കുട്ടികളെയൊക്കെ ഉൾപ്പെടുന്ന ഒരു വലിയ സംഘത്തെയാണ് തട്ടിക്കൊണ്ടുപോയത് എന്ന വാർത്തയായിരുന്നു ഇന്നലെ നമുക്ക് കിട്ടിയത്. അതെടുക്കാൻ വേണ്ടി ഇന്ന് വന്നപ്പോൾ കിടക്കുന്നത് 287 പേരെ വേറെ തട്ടിക്കൊണ്ടുപോയി എൻ്റെ വാർത്ത. ഇനി വേറെയാണോ ഒന്നാണോ എന്നൊക്കെ ഉള്ളത് എത്ര തപ്പിയിട്ട് മനസ്സിലാവുന്നില്ല. ആകെ മൊത്തം കൺഫ്യൂഷനാണ്. കാരണം ഈ തട്ടിക്കൊണ്ടുപോകൽ നടന്നിരിക്കുന്നത് ഒരു സ്കൂളിലാണ്, ഇന്നലെ നടന്നിരിക്കുന്നത് ഒരു ഗ്രാമത്തിലാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ 100 പേരെ കൊണ്ടുപോയി, ഇന്ന് 287 പേരെ കൊണ്ടുപോയി, മൊത്തം 387. ഈ കൊണ്ടുപോകുന്നതിൻ്റെ ഇടയിൽ കുറേ ആളുകൾ ഓടി രക്ഷപ്പെടും, കൊണ്ടുപോകുന്ന ലോറിയിൽ നിന്ന് ചാടി രക്ഷപ്പെടും, ചില ആളുകൾ നടത്തിക്കൊണ്ട് പോകുന്ന സമയത്ത് ആ കൂട്ടത്തിൽ നിന്ന് ഒളിച്ച് രക്ഷപ്പെടും. അങ്ങനെയൊക്കെ ഒരു വിധം രക്ഷപ്പെട്ടു പോകുന്ന ആളുകളെയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. എന്തൊക്കെയായാലും 2002 ബോക്കോ ഹറാം അവിടെ ഉദയം ചെയ്യുന്നത് നമ്മുടെ നൈജീരിയയിൽ. അതിൻ്റെ ഒരു ചെറിയ കാര്യം വയ്യാതെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ പറഞ്ഞു വെക്കുകയാണ്, 2002 അത് വന്നതിന് ശേഷം 2009 മുതൽ ഇവർ നടത്തി വരുന്ന ഇസ്ലാമിക് ഒരു റവല്യൂഷൻ, അതിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്തു വെക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇസ്ലാമിക് റവല്യൂഷൻ്റെ ഭാഗമായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തു വെക്കുമെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും വലിയ വലിയ യമണ്ടൻ പോളിസി മേക്കിങ്ങും ഒക്കെ ആയി ബന്ധപ്പെട്ടുള്ള സംഭവമാണ്. അതൊന്നുമല്ല. അതായത് അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ, അതായത് ഇപ്പോൾ നമ്മൾ കണ്ടു 53% മുസ്ലിങ്ങളാണെന്നുണ്ടെങ്കിൽ ബാക്കി വരുന്ന ആളുകൾ അമുസ്ലിങ്ങളാണ്. അതിൽ ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകളാണ് അവിടെ കൂടുതലുള്ളത്. ഹിന്ദുക്കൾ തൽക്കാലം രക്ഷപ്പെട്ടു. അങ്ങനെയുള്ള ആ ക്രിസ്ത്യാനികളെ തെരഞ്ഞു പിടിച്ചിട്ട് അവരെ തട്ടിക്കൊണ്ടുപോവുക, അവരെ ബലാത്സംഗം ചെയ്യുക, അവരെ ഈ ബോക്കോ ഹറാം പോരാളികൾക്ക് വേണ്ടി കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക, അതിലെ ആണുങ്ങളെ പിടിച്ചിട്ട് മതം മാറ്റിയിട്ട് അവരെ ഫൈറ്റേഴ്സാക്കി മാറ്റുക, അങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്തു വെക്കുന്നു. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും 6-ാം നൂറ്റാണ്ടിലെ ഏതെങ്കിലും മുഖം ഓർമ്മ വരുന്നുണ്ടെങ്കിൽ എന്നെ കല്ലെറിഞ്ഞിട്ട് കാര്യമില്ല. ഇത് തികച്ചും യാദൃശ്ചികം മാത്രമാണെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇത് എന്നെ ഒന്നും പറഞ്ഞേക്കരുത്. ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഇതുപോലെ അങ്ങനെ ഗോത്രങ്ങൾ പതിയിരുന്ന് കൊള്ളയടിച്ച് അതിൽ നിന്നും പുരുഷന്മാരെ വെട്ടിക്കൊന്ന് അതിലെ സ്ത്രീകളെ പിടിച്ചടക്കി അതിൽ കുറേ പേരെ ബന്ദികളാക്കി അവരെ അടിമച്ചന്തയിൽ കൊണ്ടുപോയി, ഇത് ഹദീസല്ല കേട്ടോ ഞാൻ പറയുന്നത്, ഇവർ ചെയ്ത കാര്യമാണ് പറയുന്നത്, അങ്ങനെ കൊണ്ടുപോയി അവരെ ക്യാപ്റ്റീവ്സ് ആയിട്ട് പിടിക്കുന്നു. സബയ എന്നൊക്കെ പറയുന്ന വാക്കുകൾ നിങ്ങൾക്ക് ഞാൻ ഇന്നലെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അത് ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പരീക്ഷ അടുത്ത ദിവസം വരുന്നുണ്ട്, എല്ലാവരും മറക്കാതെ സൂക്ഷിച്ച് വെച്ചോളൂ. അങ്ങനെ കൊണ്ടുപോയി പിടിച്ചു വെച്ച് അവരെ ഇതുപോലെ ക്യാപ്റ്റീവ്സ് ആക്കി അവരെ സെക്സ് സ്ലേവ്സ് ആക്കി മാറ്റുന്നു. പ്രത്യേകിച്ച് ഇന്ന് ഈ സ്പോൺസർ ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഇന്ന് വിമൻസ് ഡേ ആണല്ലോ, ഇൻ്റർനാഷണൽ വിമൻസ് ഡേ. അപ്പോൾ ഇന്ന് പറയാൻ പറ്റിയ ഏറ്റവും നല്ല വാർത്തയായിട്ടും കൂടി ഇത് മാറി എന്നുള്ളത് മറ്റൊരു യാദൃശ്ചികയാണ്. മറ്റൊരു സുഖം എന്നൊക്കെ പറയുന്ന പോലെ വീണ്ടും ഒരു സുഖം. അങ്ങനെ സ്ത്രീകളെ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? കാരണം ഇസ്ലാമിന് സ്ത്രീകളെ ഒബ്ജക്റ്റിഫൈ ചെയ്യാറില്ല ഇസ്ലാം എന്നാണ് പറയാറ്. കാരണം അവരെ സ്വന്തം വസ്തുക്കളാണ്, അവരെ വിൽക്കാനും വാങ്ങാനും പിടിക്കാനും തൊടാനൊക്കെ പറ്റുന്ന സാധനം ആയിട്ട് കാണുന്ന ഒരു മതമാണ് ഇസ്ലാം. അതുതന്നെയാണ് ഇവരിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2009 മുതൽ 40,000-ഓളം ആളുകളെ കൊന്നൊടുക്കിയിട്ടുണ്ട് ഇവർ. അതുകൂടാതെ ഡിസ്പ്ലേസിങ് 2 മില്യൺ പീപ്പിൾ,
അതായത് 20 ലക്ഷത്തോളം ആളുകളെ ഡിസ്പ്ലേസ് ചെയ്യേണ്ടി വന്നത്. ഇൻറ്റേർണൽ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് നമ്മൾ പറയും. അതായത് ആഭ്യന്തര കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്ന സമയത്ത് നമ്മൾ പറയും, ഇപ്പോൾ സിറിയയിൽ പ്രശ്നമുണ്ടായി, യമനിൽ പ്രശ്നമുണ്ടായി, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പ്രശ്നമുണ്ടായപ്പോൾ എന്താ സംഭവിച്ചത്? ആളുകൾ ഉടനെ മറ്റ് രാജ്യങ്ങളിലേക്ക് നീന്തി കയറുന്നതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടു. ഇവിടെ സംഭവിക്കുന്നത് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ നോർത്ത് വെസ്റ്റ് അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് എന്നൊക്കെ പറയുന്ന റീജിയണിൽ ഇതുപോലെ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അവിടെ നിന്നും ആളുകൾ മറ്റ് സ്ഥലങ്ങളിൽ സദേൺ റീജിയനിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് പോകുന്നു, അല്ലെങ്കിൽ തൊട്ടപ്പുറത്തെ മറ്റൊരു പഞ്ചായത്തിലേക്ക് പോകുന്നു. ഇതാണ് അവരവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു രൂപം ആണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. എന്തായാലും 20 ലക്ഷത്തോളം ആളുകൾ ഇതിനോടകം തന്നെ ഡിസ്പ്ലേസ്ഡ് ആയിട്ടുണ്ട്. ഈ സംഗതിയുടെ പേരിൽ 40,000 ആളുകൾ ഇതിനോടകം കൊന്നൊടുക്കിയതിൻ്റെ പേരിൽ എവിടെയെങ്കിലും ഒരു 5 തുള്ളി കണ്ണുനീരെങ്കിലും വീഴുന്നതിനെക്കുറിച്ചോ, അല്ലെങ്കിൽ ഒരു നിലവിളി ശബ്ദമോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓട്ടയിൽ കൂടെ എന്തെങ്കിലും ഒരു ശബ്ദം വന്നതിൻ്റെ ഒരു തെളിവ് ആർക്കെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കമ്മിറ്റി ഓഫീസിൽ ഒന്ന് എത്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത്രയ്ക്ക് വിലപ്പെട്ട ശബ്ദമായിട്ട് മാറേണ്ട സാധനങ്ങളാണ്. അത് വരുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് നമുക്കൊരു ശബ്ദം പുറപ്പെടുവിച്ചതിനുള്ളൊരു നോബൽ പ്രൈസും കൂടി നമുക്ക് കൊടുക്കേണ്ട ഒരു സാധ്യത നമ്മളിവിടെ കാണുന്നു. കാരണം അതും കൂടി വെച്ചാലാണ് ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ ശബ്ദം പുറത്തേക്ക് വരുള്ളൂ എന്നതാണ് അവസ്ഥ. അപ്പോൾ ഇത് ചെയ്തു വെക്കുന്ന ആരാണ്? ചെയ്തു വെക്കുന്നത് അവിടുത്തെ ജിഹാദി ഗ്രൂപ്പുകൾ, ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ആഫ്രിക്ക പ്രൊവിൻസ്, ISWAP, ഇതാണ് അതിൻ്റെ പേര്. അപ്പോൾ ഈ സമാനമായ ഒരു സംഭവം ഇതുപോലെ സംഭവിച്ചത് 2014 സംഭവിച്ചതിനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഈ ചിത്രം നിങ്ങളുടെ മനസ്സിലേക്ക് പതിഞ്ഞിട്ടുണ്ടാവും നല്ലോണം. ഇതിന് ശേഷം ഇങ്ങനെ ഒരു ചിത്രം ആരും അങ്ങനെ പുറത്തു വിട്ടതായിട്ട് കണ്ടിട്ടില്ല. കാരണം പിന്നെ ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് മാത്രമല്ല, പിന്നെ ഇതൊക്കെ സ്ഥിരം സംഭവമായിട്ട് മാറിയപ്പോൾ ഫോട്ടോ എടുക്കുന്ന ആളുകൾക്ക് പോലും വലിയ താല്പര്യം ഇല്ലാതെയായി മാറിയെന്ന് വേണം പറയാൻ. അതാണ് അവിടെ സംഭവിച്ചത്. പിന്നെ അത് മാത്രമല്ല, 2021 ഈ ബോക്കോ ഹറാമിൻ്റെ നേതാവായിട്ടുള്ള ആൾ സ്വയം വെടിവെച്ച് മരിച്ചു എന്നാണ് പറയുന്നത്. ആത്മഹത്യ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെയാണ് അറിയപ്പെടുന്നത്. എന്തായാലും ആളില്ലാതെ ആയതോടുകൂടി ഇതിൻ്റെ കുറേയൊക്കെ കൺട്രോൾ കുറഞ്ഞെങ്കിലും പക്ഷേ ഇന്നും അത് തുടരുന്നുണ്ട്. പ്രശ്നം അവിടെ തുടരുന്നു. പക്ഷേ അത് വേറൊരു തലത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മളെല്ലാവരും ചർച്ച ചെയ്തൊരു വാർത്തയായിരുന്നു. 2014 അത് സംഭവിക്കുന്നത്. അന്ന് ഏതാണ്ട് ഇതുപോലെ 100-200 ആളുകളെ തട്ടിക്കൊണ്ടുപോകുന്നു, പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നു. പിന്നെ അവർക്ക് സംരക്ഷണമേകാൻ വേണ്ടിയിട്ട് ഒരു കൊടി പിടിച്ചിട്ട് 4 ആൾ ബാക്കിൽ നിൽക്കുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിനകത്ത് എഴുതി വെച്ചിട്ടുള്ളതുകൊണ്ട് മാത്രം അള്ളാഹുവിൻ്റെ കാവലിൽ അവർ വളരെ അവർക്ക് സുരക്ഷിതമായിട്ട് അവർക്ക് അവിടെ കഴിച്ചുകൂടാൻ പറ്റി എന്നുള്ളതാണ് നമ്മളുടെ നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ആശ്വാസം. ഇങ്ങനെ ആശ്വാസം നൽകാൻ കഴിയുന്ന മറ്റേത് തീവ്രവാദ സംഘടനയുണ്ട് നമ്മുടെ ലോകത്ത് നിന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്ന സാധനം നൽകുന്ന ഒരു സുരക്ഷിത ബോധം എന്ന് പറയുന്നത് നമുക്ക് വിളിച്ചറിയിക്കാൻ പറ്റാത്തൊരു സാധനമാണ് എന്നും കൂടി നിങ്ങളൊന്ന് ഇവിടെ മനസ്സിലാക്കണം. അപ്പോൾ ഇതുപോലെ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ നൈജീരിയ എന്ന് പറയുന്നത്. നൈജീരിയയിൽ അന്ന് കുറച്ച് ആളുകൾ അവർ പുറത്തേക്ക് വിട്ടു. കാരണം അവിടെ നടന്ന നയതന്ത്ര ഇടപെടലിനെ തുടർന്നും അതുപോലെ ഇവർ പ്രധാനമായിട്ടും ഈ പെണ്ണുങ്ങളെ പിടിച്ചുകൊണ്ട് പോകുന്നത്, കുട്ടികളെയൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 കാരണമാണ്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, അവരുടെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അത് അവർ ഒരിക്കലും വെച്ച് പൊറുപ്പിക്കാൻ മാട്ടെ എന്നതാണ് അവരുടെ ഒരു പ്രധാന പ്രശ്നം. അത് വലിയ പ്രശ്നമാണ്. അതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത്, ഇവർക്ക് പൈസ ഉണ്ടാക്കണം. ഇവരുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകണമെന്നുണ്ടെങ്കിൽ വട്ടച്ചെലവിനുള്ള പൈസ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്നൊരു പ്രധാന പണിയാണ് ഇതുപോലുള്ള ആളുകളെ പിടിച്ചു കൊണ്ടുപോയിട്ട് ബന്ദികളാക്കിയിട്ട് അവരെ റിലീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നിന്ന് പൈസ ചോദിക്കും. അങ്ങനെ ഗവൺമെൻറ്റിനെ കൊള്ളയടിക്കാനുള്ളൊരു വഴിയായിട്ടും കൂടിയാണ് ഇവർ ഇതിനെ കാണുന്നത്. അതുവഴിയാണ് അവർ ആയുധം വാങ്ങാനും അവരുടെ മരുന്നിന് പൈസ കണ്ടെത്താനും. പരിക്കേൽക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ, കരിഞ്ജീരകം അവിടെ ഏൽക്കാറില്ല, അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് മരുന്ന് വേണം. അപ്പോൾ അതിനു വേണ്ടി പണം കണ്ടെത്താൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ പണി അവർ ചെയ്തു വെക്കുന്നത്. അങ്ങനെയൊക്കെ ചെയ്താണ് അവർ ഇത്ര നാൾ പിടിച്ചു നിന്നിരുന്നത്. എന്തായാലും അന്ന് അങ്ങനെ പുറത്തു വന്ന കുറച്ച് ആളുകൾ അവർ പറഞ്ഞ ചില സ്റ്റേറ്റ്മെൻറ്റ്സ് നിങ്ങളൊന്ന് ഇവിടെ വായിക്കുന്നത് നന്നായിരിക്കും. അതായത് അങ്ങനെ പുറത്തു വന്ന ആൾ പറയുകയാണ്, The women all married to Boko Haram fighters are part of group of 128 women. ഈ 128 പേരിൽ ഒരാളായിട്ട് അവിടെ മാറുന്നു. അതായത് അവരെ ചെയ്തത് ബോക്കോ ഹറാമിലെ പോരാളികൾക്ക് അവർ കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുന്നു എന്നാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. ഇനി മറ്റൊരെണ്ണം, ചിബൂക്ക് സ്കൂൾ ഗേൾസ് ഹു വർ അബ്ഡക്റ്റഡ് ഇൻ 2013 ഹാവ് ബിക്കം ബോക്കോ ഹറാം ഫൈറ്റേഴ്സ്. ഈ ചിബൂക്ക് ഏരിയ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വസിക്കുന്ന ഒരു എത്നിക് ഒരു ഗ്രൂപ്പ്, ഒരു പ്രത്യേകതരം ആളുകൾ, ആ പേര് പെട്ടെന്ന് മറന്നുപോയി, നമുക്ക് പരിചയമില്ലാത്തൊരു പേരായതുകൊണ്ട് വിട്ടുപോയതാണ്. ആ ഭാഗത്ത് ജീവിക്കുന്ന ആളുകൾ നമ്മളിപ്പോൾ മണിപ്പൂറിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ പറയാറുള്ള പോലെ അവിടുത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർ മറ്റുള്ള ആളുകളായിട്ട് ഇഴുകി ചേരുന്നതിനൊക്കെ അവർക്ക് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കൂട്ടം ആളുകൾ, അവരുടേതായിട്ടുള്ള ഗോത്രീയത കൊണ്ടു നടക്കുന്ന ആളുകളാണ്. മാത്രമല്ല അവരിൽ ഒരു 75% ക്രിസ്ത്യാനികളുമാണ്.
അതുകൊണ്ട് തന്നെ അവിടേക്ക് കടന്നു ചെന്നുകൊണ്ട് അവരിൽപ്പെട്ട ആളുകളെ പിടിക്കുക എന്ന് പറയുന്നതാണ് ബോക്കോ ഹറാമിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിനോദം. കാരണം അവർ സംഗതി ക്രിസ്ത്യാനികളായതുകൊണ്ടും അവർക്ക് ഈ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ഒരു വലിയ പ്രശ്നമല്ലാത്തതുകൊണ്ടും അവരവിടെ ചെന്നിട്ട് സ്കൂൾ വിദ്യാഭ്യാസം നേടുന്നു, പഠിക്കാൻ വേണ്ടിയിട്ട് മുതിരുന്നു, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യുന്നു. മാത്രമല്ല മറ്റുള്ള നൈജീരിയയിലുള്ള മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഈ സ്ഥലത്ത് ഈ പ്രശ്നം കുറച്ചെങ്കിലും കുറഞ്ഞു നിൽക്കുന്നൊരു സ്ഥലമായിരുന്നു തുടക്കത്തിൽ. അതുകൊണ്ട് തന്നെ ആളുകൾ ഈ സ്ഥലത്ത് വന്നിട്ട് പഠിക്കുന്നൊരവസ്ഥയും ഉണ്ടായിരുന്നു. അത് മനസ്സിലാക്കിയിട്ട് അത് ലക്ഷ്യം വെച്ച് തന്നെയാണ് പിന്നീട് ഈ ബോക്കോ ഹറാം തങ്ങളുടെ ആ ഒരു ശ്രദ്ധ ഈ സ്ഥലത്തേക്ക് കൊടുക്കുന്നത്. പിന്നെ നിരന്തരം അവിടെ ഈ വേട്ടയാടൽ തുടങ്ങുന്നതും പിന്നെയാണ്. ഇന്നിപ്പോൾ നൈജീരിയയിൽ ഈ പറയുന്ന സ്ഥലങ്ങളിൽ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ, കോളേജിൽ പോകുമ്പോൾ ടീച്ചർമാരടക്കം അവിടെ പഠിക്കുന്ന സമയത്തും അല്ലെങ്കിൽ പുസ്തകം വായിക്കുന്ന സമയത്തും എപ്പോൾ പൊട്ടും, എപ്പോൾ ഇടിഞ്ഞു വീഴും എന്നിങ്ങനെ ആലോചിച്ചിട്ടാണ് ഒരു ബാലമംഗളം പോലും വായിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇവരുടെയൊക്കെ ഇൻ്റർവ്യൂസ് ഇഷ്ടം പോലെ നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടും. ഞാൻ പ്ലേ ചെയ്ത് സമയം കളയുന്നില്ല. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ഇനി അതുപോലെ മറ്റൊരെണ്ണം, അക്കോർഡിംഗ് ടു 21-year-old തബീത്ത അദാമു, ഷീ വാസ് ക്യാപ്ചർഡ് along side her mother after Boko Haram invaded her village. Her father and brother were killed in the attack. അതായത് വാപ്പയെയും സഹോദരനെയും കൊന്നതിന് ശേഷം ആ സഫിയയെ ബാപ്പയെയും സഹോദരനെയും ഭർത്താവിനെയൊക്കെ കൊന്നതിന് ശേഷം ആ സ്ത്രീയെ ഉമ്മയോട് അടക്കം അവർ പിടിച്ചുകൊണ്ട് പോയി. ഇതാണ് അവിടെ കാണുന്നത്. ആൻഡ് സൂൺ ഷി വാസ് സെപ്പറേറ്റഡ് ഫ്രം ഹെർ മദർ. പിന്നെ അമ്മയിൽ നിന്നും ആളെ അവിടുന്ന് അകറ്റി മാറ്റുന്നു. ഇത് നിങ്ങൾക്ക് അവിടെ വായിക്കാം. ഇത് നിങ്ങൾ വായിക്കുമ്പോൾ ഇതേ സംഗതി വായിക്കാൻ പറ്റിയ മറ്റൊരു പുസ്തകമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യാനുള്ളത് നാദിയ മുറാദിൻ്റെ ദ ലാസ്റ്റ് ഗേൾ എന്ന് പറയുന്ന ആ പുസ്തകമാണ്, അവസാനത്തെ പെൺകുട്ടി. ഞാനെപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന ആ ഒരു, എനിക്ക് വലിയ സ്പോൺസർഷിപ്പ് ഒന്നുമില്ല, എന്നാലും ഞാൻ പറയുന്നത് ഉപയോഗിച്ചപ്പോൾ നല്ലതാണ് എന്ന് തോന്നിയതുകൊണ്ട് പറയുകയാണ്. സ്റ്റോറി ടെൽ എന്ന് പറയുന്ന ആപ്പ് വായിക്കാനൊക്കെ ബുദ്ധിമുട്ട് ഉള്ള ആളുകൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ആ പുസ്തകമൊക്കെ വായിക്കാം. ജോസഫ് മാസ്റ്റർ ബുക്ക് അതിനകത്തുണ്ട്, ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു. ഇന്ന് ഞാൻ മറ്റൊരു ബുക്ക് പറയുന്നത് ഈ അവസാനത്തെ പെൺകുട്ടി എന്ന് പറയുന്ന പുസ്തകമാണ്. മലയാളമുണ്ട്, ഇംഗ്ലീഷൊക്കെ ഉണ്ട്. അത് വായിക്കുന്നത് നന്നായിരിക്കും. അതിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള എക്സ്പ്ലനേഷൻസ്, ആ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് അവിടെ ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് കേൾക്കാം, അത് വായിച്ചറിയാം. ഇത് നിങ്ങൾ അറിയണം. ഇത് എന്തിനാണ് ഈ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ, നമ്മളിത് പറയുമ്പോൾ അതിശയോക്തിയായിട്ടും ഇത് ഇങ്ങനെയൊന്നുമില്ല, ഇത് ഇസ്ലാമിൽ ഇങ്ങനെയൊന്നുമില്ല എന്നൊക്കെ തോന്നും. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഓരോ സംഗതിയും നിങ്ങളിത് വായിക്കുമ്പോൾ നിങ്ങൾക്കിത് ഹദീസ്, ഇത് ഞാൻ എവിടെയോ കണ്ടുപരിചയമുണ്ടല്ലോ എന്ന് പറയുന്ന ആ സാധനം നിങ്ങൾക്ക് വരും. കാരണം എന്താണ്, ഇത് തന്നെയാണ് ഹദീസിൽ നമുക്ക് വായിക്കുക. അവിടെ ഹൈബർ യുദ്ധത്തിൽ, ഖന്തക്ക് യുദ്ധത്തിൽ, അങ്ങനെ ഓരോ യുദ്ധവും കൊള്ളയും നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഇതുപോലുള്ള സെൻറ്റൻസസാണ് നിങ്ങൾക്ക് കിട്ടുക. അവിടെ യുദ്ധം, അവിടെ കൊള്ള അവിടെ നടത്തുന്നു, പതിയിരിക്കുന്നു, കൊള്ളയടിക്കുന്നു, സഫിയെ പിടിക്കുന്നു, മറ്റേയാളെ പിടിക്കുന്നു, 2 അടിമയെ അങ്ങോട്ട് കൊടുക്കുന്നു, 3 എണ്ണത്തിന് ഇങ്ങോട്ട് വാങ്ങുന്നു, വെള്ള അടിമയെ വാങ്ങുന്നു, കറുത്ത അടിമയെ വിൽക്കുന്നു. ഇതൊക്കെ തന്നെയാണ് നമ്മളെ മുഹമ്മദ് ചെയ്തു കൂട്ടിയിരിക്കുന്നത്. പക്ഷേ അവസാന ഡെക്കറേഷന് എന്ത് പറയും? മുഹമ്മദ് ഒരു ഫെമിനിസ്റ്റ് ആയിരുന്നു, ഇസ്ലാം ഫെമിനിസ്റ്റാണ്, സ്ത്രീ വിമോചനത്തിൻ്റെ ഒരു ഏറ്റവും വലിയ മാതൃകയാണ് ഇസ്ലാം. അതുപോലെ അടിമ വിമോചനത്തിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പണിയെടുത്തത് ഇസ്ലാമാണ് എന്നൊക്കെ നിങ്ങൾ വെച്ച് കാച്ചുന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. പക്ഷേ സത്യത്തിൽ നേരെ വിപരീതമാണ് ഇസ്ലാം എന്നുള്ളതാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക. അത് അതേപോലെ ഫോളോ ചെയ്യുന്ന ആളുകൾ ഇവിടെ ബോക്കോ ഹറാമാണ് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇനി ഈ വാർത്തകളിലൂടെ ഞാനൊന്ന് നിങ്ങളെ കൊണ്ടുപോവാണ്. ഇതെല്ലാം ഓൺലൈനിൽ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെൻറ്റൻസസ് നിങ്ങൾ ജസ്റ്റ് അതിനകത്ത് ഗൂഗിളിൽ ടൈപ്പ് ചെയ്താൽ മതി, അവിടെ നിങ്ങൾക്ക് കിട്ടും. More than 100 girls are still missing after they were abducted from their school in the northeast Nigerian town of Chibok in 2014 by militant Islamist group Boko Haram. 2014 വാർത്തയാണ് ഇത്, അവിടെ നിങ്ങൾക്ക് വായിക്കാം. അപ്പോൾ ഈ ആളുകൾ നിങ്ങൾക്ക് പരിചയം കാണും. ഇതൊക്കെ തന്നെയാണ് അവിടെ പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു വാർത്തകളിലൂടെ പോകുമ്പോൾ ഇന്ന് നിങ്ങൾ വാർത്ത വായിക്കുന്ന സമയത്ത് 2 പേരുകളാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരിക. ഒന്ന് ബോക്കോ ഹറാം, 2 ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ആഫ്രിക്ക പ്രോവിൻസ് എന്ന് പറയുന്ന ISWAP എന്ന് പറയുന്ന ഒരു പേരും നിങ്ങളുടെ മുന്നിലേക്ക് വരും. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു ചെറിയൊരു ധാരണ നിങ്ങൾക്ക് തരാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. അതിൽ എടുത്തു പറയേണ്ടത് നമ്മളുടെ ബോക്കോ ഹറാം തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ നമ്മൾ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് അവരാണ്. അപ്പോൾ എന്താണ് ഈ ബോക്കോ ഹറാം എന്ന വാക്കുകൊണ്ട് അവർ അർത്ഥം വെക്കുന്നത്? അതൊറ്റ
അർത്ഥമായിട്ട് നമുക്ക് കാണാൻ കഴിയുക വെസ്റ്റേണൈസേഷൻ ഈസ് സാക്രിലേജ് എന്ന് പറയുന്നത്. അതായത് പാശ്ചാത്യവൽക്കരണം എന്ന് പറയുന്നത് അതൊരു വലിയ പ്രശ്നമായിട്ട് കാണുന്ന ആളുകൾ. ആ പാശ്ചാത്യവൽക്കരണം എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയൊരു ചിഹ്നമായിട്ട് അവർ കാണുന്നത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസമാണ്. ഇംഗ്ലീഷ് പഠിക്കാൻ പാടില്ല എന്നത് തന്നെയാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ഇവർ ഇതും പറഞ്ഞുകൊണ്ട് ഈ പേര് വിട്ടുകൊണ്ട് എഴുന്നള്ളി വന്നത് 2002 ഇവരുടെ തുടക്കം 2002 അപ്പോൾ ഇത് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് സമസ്തയുടെ മുഖം ഓർമ്മയിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ തെറ്റ് പറയുന്നില്ല. ഇതാണ് ഞാൻ തുടക്കത്തിൽ പറയാമെന്ന് പറഞ്ഞ ആ സസ്പെൻസ് എന്ന് പറയുന്നത്. നമ്മളുടെ സമസ്ത 1930കളിൽ എഴുതി പിടിപ്പിച്ചിട്ടുള്ള സാധനം നമുക്കൊന്ന് വായിക്കാം. ഇത് അവരുടെ ഒരു പുസ്തകം, അവരുടെ മന്ത്ലി അവരുടെ സാധനമാണ്. ആളുകൾക്ക് വേണ്ടിയിട്ട് ഫത്വകൾ ഇറക്കി ആളുകളെ അറിയിക്കുന്ന ഒരു പുസ്തകം, അൽ ബയാൻ എന്ന് പറയുന്നൊരു പുസ്തകം. അതിനകത്ത് അവർ എഴുതി പിടിപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. അവിടെ അറബി മലയാളത്തിലാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ മലയാള രൂപം താഴെ കൊടുത്തിട്ടുണ്ട്. സ്ത്രീകൾക്ക് കയ്യെഴുത്ത് പഠിപ്പിക്കൽ ഷറയിൽ മക്രൂഹാണെന്നും മറ്റും പല മഹാന്മാരായ ഉലമാക്കൾ മുമ്പ് തന്നെ തീരുമാനിച്ചിട്ടുള്ളതിനാൽ അവർക്ക് കയ്യെഴുത്ത് പഠിപ്പിക്കൽ പ്രത്യേകം പാടില്ലാത്തതാണ് എന്ന് ഈ യോഗം തീരുമാനിക്കുന്നു. CK മുഹമ്മദ് മൗലവി അവതരിപ്പിച്ചു. AP അഹമ്മദ് കുട്ടി മൗലവി പിന്താങ്ങി. അൽ ബയാൻ, പേജ് 28, 1930, മാർച്ച്, പുസ്തകം 1, ലക്കം 4-5. അപ്പോൾ ഇത് നിങ്ങൾക്ക് വായിക്കുമ്പോൾ ഇത് തന്നെയല്ലേ ഇപ്പോൾ നമ്മളെ ബോക്കോ ഹറാമും പറയണത് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ആരെയും കുറ്റം പറയാൻ പറ്റില്ല. ഇത് തന്നെയാണ് അവരും പറഞ്ഞിരുന്നത്. ഇതിലിപ്പോൾ വേറൊരു പ്രശ്നമുള്ളത്, ഇതിലിപ്പോൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിനെ കുറിച്ചല്ല കേട്ടോ പറഞ്ഞിരിക്കുന്നത്. ഇത് എഴുത്തേ പഠിപ്പിക്കാൻ പാടില്ല എന്നായി പറഞ്ഞിരിക്കുക. പിന്നല്ലേ ഇംഗ്ലീഷിൻ്റെ കാര്യം. അപ്പോൾ നമ്മൾ അതും കൂടി ഒന്ന് നോക്കണം. ഇത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇത് സമസ്തയല്ലേ, ഇതിലിപ്പോൾ എന്താ ഇത്ര വലിയ കാര്യമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മുഖം ഓർമ്മയിൽ വരണം. ഇത് ആരാണ്? മാളിയേക്കൽ മറിയുമ എന്ന് പറയുന്ന ഒരാളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മാളിയേക്കൽ മറിയുമ കണ്ണൂർ ഭാഗത്ത് ജീവിച്ചിരുന്ന ഒരു ഇംഗ്ലീഷ് സംസാരിക്കുന്ന വല്യമ്മ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വളരെയധികം TV-യിലും ചർച്ചകളിലും, പ്രത്യേകിച്ച് ഈ പെരുന്നാൾ, ഓണം മുസ്ലിങ്ങൾക്കില്ലല്ലോ, പെരുന്നാൾ, പിന്നെ ഏതാണ് വലിയ പെരുന്നാൾ, പോത്ത് പെരുന്നാൾ, അത് തന്നെ. ഈ സാധനമൊക്കെ വരുന്ന സമയത്ത് ഈ വല്യമ്മാനെ എഴുന്നള്ളിച്ചിട്ട് വരും. കാക്കാമാരിപ്പോൾ വന്നിരുന്നു. അവർ വന്നിട്ട് എന്താ പറയുക, ഞങ്ങളുടെ മുസ്ലിം സമുദായത്തിലെ ഏറ്റവും മുതിർന്ന, ഏറ്റവും വിദ്യാഭ്യാസമുള്ള സ്ത്രീ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ എഴുന്നള്ളിച്ചുകൊണ്ട് വരും. പക്ഷേ ഇവരൊരു കാലത്ത് നേരിട്ടിരുന്ന ബുദ്ധിമുട്ട് എന്തായിരുന്നു എന്ന്, അന്ന് അവർ ചെയ്തു കൂട്ടിയ പോക്കിരിത്തരങ്ങൾ എന്തായിരുന്നു എന്ന് ഇന്ന് അവർ പറയില്ല. പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ തനിനിറം പുറത്ത് ചാടും എന്നത് തന്നെയാണ് പ്രശ്നം. ഇവരെങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിച്ചത്? നമ്മൾ ഇന്ന് ഇംഗ്ലീഷ് പഠിക്കാൻ പോകുന്നത് പോലെ രാവിലെ ഉമ്മ ഞാൻ പോവാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ടല്ല ഇവർ ഇംഗ്ലീഷ് പഠിക്കാൻ പോയത്. അങ്ങനെ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി ഇവർ തീരുമാനിച്ചപ്പോൾ മുതൽ, പോകാൻ വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ മുതൽ ഇവർ നേരിടേണ്ടി വന്നിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ആ സമൂഹത്തിലെ ഇസ്ലാം അറിയുന്ന ബോക്കോ ഹറാമികൾ എന്ത് ചെയ്തു? ഇംഗ്ലീഷ് പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇവരെ തടയുന്നു. പോകുന്ന വഴിക്ക് കാർക്കിച്ച് തുപ്പുന്നു, വളഞ്ഞു നിന്ന് ആക്രോശിക്കുന്നു, തെറി വിളിക്കുന്നു, പോകടി, മര്യാദയ്ക്ക് വീട്ടിൽ പോയിരിക്കടി എന്ന് പറഞ്ഞിട്ട് ഈ മറിയുമ്മയുടെ അടുത്ത് പറയുന്നു. കൊച്ചുകുട്ടിയായിട്ട് സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ഇതാണ് സംഭവിച്ചിരുന്നത്. പക്ഷെ അന്ന് ഇവർക്ക് ഏറ്റവും കൂടുതൽ ബലമേകിയത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ വാപ്പ തന്നെയാണ്. ഈ മാളിയേക്കൽ മറിയമ്മയുടെ വാപ്പ അതിൽ ഒരു പുരോഗമനപരമായ ഒരു നിലപാടെടുത്തു എന്നതിൻ്റെ പേരിൽ അവർക്ക് അത് പഠിക്കാൻ കഴിഞ്ഞു. അവർ ആ രീതിയിലേക്ക് ഉയർന്നു വന്നു, അറിയപ്പെട്ടു എന്നതാണ് കാണാൻ കഴിയുക. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, ഇത് പണ്ടത്തെ കാര്യം എന്തിനാ ഇപ്പോൾ പറയണമെന്ന് നിങ്ങൾ ചോദിക്കും. അത് പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മളുടെ നാട്ടിലുള്ള ചില ഉസ്താദുമാർ ഇത് പ്രസംഗിച്ച് നടക്കുന്നത് കാണും. പെട്ടെന്ന് തപ്പിയപ്പോൾ എനിക്ക് വീഡിയോ കിട്ടിയിട്ടില്ല. കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് അയച്ചു തന്നാൽ നമുക്കിതെല്ലാം കൂടി ചേർത്ത് വേറൊരു വീഡിയോ ആയിട്ട് ഇടാം. ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ ആൾക്കാർ പറയുന്നത്, മുജാഹിദിൻ്റെ ആളുകൾ പറയുന്നത്, സുന്നി വിഭാഗത്തിലുള്ള ആളുകൾ പറയുന്നത് എല്ലാം നിങ്ങൾക്ക് കേൾക്കാം. നിങ്ങൾക്ക് വിദ്യാഭ്യാസത്തെക്കാൾ കൂടുതൽ നിങ്ങൾ റെലവൻറ്റ് ആയി കാണേണ്ടത് അത് മതമാണ്, മതവിദ്യാഭ്യാസമാണ്. നിസ്കാരം നഷ്ടപ്പെടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കൂളിലേക്ക് പോലും പോകേണ്ട എന്ന് പ്രസംഗിക്കുന്ന ഉസ്താദുമാരെ പോലെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു. എന്താണ് ഇവർ പറഞ്ഞു വെക്കുന്നത്? അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, നമ്മൾ ഈ 6-ാം നൂറ്റാണ്ടിൽ നിന്ന് 21-ലേക്കും 22-ലേക്കും നൂറ്റാണ്ടുകളിലേക്ക് പോകുന്നതാണോ നമ്മളിവിടെ കാണുന്നത്? അതോ 21-ൽ നിന്നും 22-ലേക്ക് പോകുന്നതിന് പകരം തിരിച്ച് 6-ാം നൂറ്റാണ്ടിലേക്കും 5-ാം നൂറ്റാണ്ടിലേക്കും പോകുന്നതാണോ നിങ്ങൾ കാണുന്നത് എന്ന് നിങ്ങൾ സ്വയം വിലയിരുത്തുക. മുസ്ലിങ്ങൾ വിലയിരുത്തുക. അതിനു വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇരുന്നിട്ട് ഞങ്ങൾ ഇങ്ങനെയല്ലേ, മുസ്ലിങ്ങൾ അങ്ങനെയല്ലല്ലോ എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് ഇത്രയും പറഞ്ഞത്. അതായത് മുസ്ലിങ്ങൾ ഇന്ന് ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അത് വെറുതെ ആയതല്ല.
അത് വലിയൊരു ഫൈറ്റ് അതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ട്. എങ്ങനെയാണോ ബോക്കോ ഹറാമിനെ ഇന്ന് നൈജീരിയ അവിടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, സമാനമായ രീതിയിൽ ഇവിടുത്തെ പൊതുസമൂഹം, പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾ വലിയ തോതിൽ ചെറുത്ത് നിന്നിട്ട് തന്നെയാണ് അവരിന്ന് IAS എത്തുന്നത്, അവരിന്ന് സ്കൂൾ ടീച്ചർമാരാകുന്നത്, അവരിന്ന് മറ്റ് ഓരോ പൊസിഷനിലേക്ക് അവരെത്തുന്നത്. അതല്ലാതെ മതത്തിൻ്റെ ഒരു തരത്തിലുള്ള ആനുകൂല്യവും പറ്റിയിട്ടല്ല, ഒരു ഔദാര്യത്തിൻ്റെയും പുറത്തല്ല, മതത്തെ തോൽപ്പിച്ച് തന്നെയാണ് ഇന്നത്തെ സ്ത്രീകൾ, മുസ്ലിം സ്ത്രീകൾ ഏതെങ്കിലും നിലയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ചില ആളുകൾ ചില സംഭാഷണങ്ങളൊക്കെ നടത്തുന്ന സമയത്ത്, ഇപ്പോൾ നമ്മളുടെ അസ്ത്രം ഗഫൂർ, നമ്മൾ വിശ്വവിഖ്യാതനായ ആൾ, MESൻ്റെ നേതാവ്, അദ്ദേഹമൊക്കെ ഇരുന്നിട്ട് പലപ്പോഴും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ഇസ്ലാമിന് എവിടെയാണ് തടസ്സം? അങ്ങ് പാകിസ്ഥാനിലേക്ക് നോക്കൂ, അവിടെ ഭരിച്ചിരുന്നത് പല സ്ത്രീകളുമല്ലേ. ഇങ്ങ് ബംഗ്ലാദേശിലേക്ക് നോക്കൂ, അവിടെ സ്ത്രീകളില്ലേ. നമ്മൾ കേരളത്തിലേക്കും ഇന്ത്യയിലേക്കും നോക്കൂ, എത്ര വനിതകൾ, മുസ്ലിം വനിതകൾ പല സ്ഥാനങ്ങളിലുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് ഉയർത്തി കാണിച്ചുകൊണ്ട് ഇസ്ലാമിനെ വെള്ളപൂശാൻ വേണ്ടിയിട്ട് മെനക്കെടുന്ന ഒരു ഗഫൂറിനെയാണ് നമ്മളവിടെ എപ്പോഴും കാണാറ്. അന്ന് ഒരു ചർച്ചയിൽ വെച്ച് അദ്ദേഹത്തോട് നേരിട്ട് ഞാൻ ചോദിച്ചു, ഇസ്ലാമിനെ വകവെക്കാതെ ഇസ്ലാമിനെ ഓവർ റൂൾ ചെയ്ത് തന്നെയാണ് അവർ ആ പൊസിഷനിലേക്ക് എത്തിയത്, അതല്ലാതെ ഇസ്ലാമിൻ്റെ ആനുകൂല്യം പിൻപറ്റിയിട്ടോ ഇസ്ലാമിൻ്റെ ഔദാര്യത്തിൻ്റെ പുറത്തുമല്ല, ഇസ്ലാമിനെ തോപ്പിച്ച് തന്നെയാണ് അവർ ആ പൊസിഷനിലേക്ക് എത്തിയത്. ഇസ്ലാമിക വിരുദ്ധമായിട്ട് നിലകൊണ്ട് തന്നെയാണ് അവരവിടെ എത്തിയത്. ഇസ്ലാം പഠിപ്പിക്കുന്നത് സ്ത്രീ മറയ്ക്ക് പിന്നിലിരുന്നാൽ മതി എന്ന് തന്നെയാണ്. അതല്ലാതെ അവിടെ ഇസ്ലാമിന് ഒരു പൊസിഷനും അവിടെ ക്ലെയിം ചെയ്യാനില്ല, ഒരു ഔന്നിത്യവും അവിടെ ക്ലെയിം ചെയ്യാനില്ല. ഏറ്റവും ചുരുക്കം ഇസ്ലാം എന്താ പഠിപ്പിക്കുന്നത്? സ്ത്രീ ഒരു സ്ഥലം ഭരിക്കുന്നുണ്ടെങ്കിൽ ആ ഭരിക്കുന്ന രാജ്യം മുടിയും എന്ന് തന്നെയാണ് പച്ചയ്ക്ക് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു പഠിപ്പിക്കലും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. ഒരു സ്ത്രീ അവിടെ ഒരു രാജാവോ രാജ്ഞിയായിട്ട് വരുന്നുണ്ട് എങ്കിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സുകാരനോട് ക്ഷമിക്കുക. ഒരു സ്ത്രീ ഒരു രാജ്ഞിയായിട്ട് എവിടെയെങ്കിലും ഭരിക്കാൻ വരുന്നുണ്ട് എങ്കിൽ ആ സ്ഥലം മുടിഞ്ഞു പോകുമെന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ കൂടുതൽ ഡെക്കറേഷനൊന്നും നിങ്ങൾ ഈ വനിതാ ദിനത്തിൽ ഇസ്ലാമിനുണ്ട് എന്ന് വെച്ച് കെട്ടിക്കൊണ്ട് ഇസ്ലാമിനെ രക്ഷിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ട് കാര്യമില്ല. അതേപോലെ മറ്റൊരു സംഗതി കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു, ഇസ്ലാം എങ്ങനെയാണ് സ്ത്രീയെ ഒബ്ജക്റ്റിഫൈ ചെയ്യുന്നത്. സ്ത്രീയുടെ നഗ്നതയും ആ നഗ്ന ശരീരവും കാണിച്ച് തന്നെയാണ് ഇസ്ലാം സ്വർഗ്ഗത്തെ മാർക്കറ്റ് ചെയ്യുന്നത്. ബിൽ ബോർഡ് വെക്കാൻ അന്ന് പറ്റിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഫ്ലെക്സ് അടിക്കുന്ന യന്ത്രം അന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ അതും നമുക്കവിടെ കാണാൻ പോയിരുന്നു. അങ്ങനെ ഫ്ലെക്സ് അടിച്ച് വെക്കുന്നത് സുന്നത്താണ് എന്ന് പോലും ചിലപ്പോൾ നമ്മൾ കേട്ടേനെ. അതില്ലാതെ പോയത് നമ്മുടെ ഭാഗ്യം. അപ്പോൾ ഇവിടെ ഈ വെസ്റ്റേണൈസേഷൻ എന്ന് പറയുന്നത് ഒരു സാക്രിലേജ് ആണ് എന്ന് ബോക്കോ ഹറാം പറയുന്നുണ്ടെങ്കിൽ നമ്മളത് നമ്മുടെ നാട്ടിലും കേട്ട് തഴങ്ങിയ ഒരു സംഗതിയാണ്, നമ്മൾ മറന്ന സംഗതിയാണ്, ഇന്ന് ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത സംഗതിയാണ്. അത് ഇവിടെ സമസ്ത പറഞ്ഞു നടന്നിരുന്ന സംഗതിയാണ് എന്നാണ് ഈ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ സമസ്ത ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നടത്തുന്നു, ഇന്നത്തെ സമസ്ത കോളേജുകൾ നടത്തുന്നു, ഇന്നത്തെ സമസ്ത പല കാര്യങ്ങളും ചെയ്തു വെക്കുന്നുണ്ട്. പക്ഷെ അവർ പറഞ്ഞു വെക്കുക നമ്മൾ വിചാരിക്കുക പണ്ടേ ഇങ്ങനെയായിരുന്നു എന്നാണ്. അല്ല, സമസ്ത മാറിയതാണ്. എങ്ങനെയാണ് സമസ്ത മാറിയത്? സമസ്തയ്ക്ക് അകത്തുള്ള ആളുകൾ മാറി. അതിലേക്ക് പുതിയതായിട്ട് കടന്നു വന്ന ആളുകൾ ഈ മതത്തെ കുറച്ച് കാണുന്ന ആളുകളായിട്ട് വന്ന് ആ സമസ്തയുടെ തനി രൂപം അവർക്ക് നഷ്ടപ്പെട്ടു എന്നതാണ്. ഈ ഒരു നഷ്ടപ്പെടൽ ഇങ്ങനെ ഒരു സമൂഹവുമായിട്ട് പുരോഗമനങ്ങളുമായിട്ട് താതാത്മ്യം പ്രാപിക്കുന്ന ഒരു രീതി അതേത് പ്രസ്ഥാനങ്ങൾക്കും സാധിക്കും. SDPIക്ക് സാധിക്കും, താലിബാന് സാധിക്കും, BJPക്ക് സാധിക്കും, RSSന് സാധിക്കും, കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും സാധിക്കും എന്നത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ പറ്റാവുന്ന അത്ര ആളുകൾ, നമ്മൾ ഈ പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടികളിൽ ബോധമുള്ള ആളുകൾ നിങ്ങളാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന സ്ഥലങ്ങളിൽ, പറ്റുന്ന മേഖലകളിൽ, പറ്റുന്ന രാഷ്ട്രീയ മേഖലകളിൽ നിങ്ങൾ കയറി പറ്റുക. എന്നിട്ട് നിങ്ങളുടെ പുതിയ ആശയങ്ങൾ അവിടേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. അങ്ങനെ RSSനെ RSS അല്ലാതെയാക്കി മാറ്റുക, BJPയെ BJP അല്ലാതെയാക്കി മാറ്റുക, SDPIയെ SDPI അല്ലാതെയാക്കി മാറ്റുക, താലിബാനെ താലിബാൻ അല്ലാതെയാക്കി മാറ്റുക, കമ്മ്യൂണിസ്റ്റുകാരല്ലാതെയാക്കി മാറ്റുക, ആ കമ്മ്യൂണിസം എന്ന് പറയുന്ന സാധനത്തെ അല്ലാതെയാക്കി മാറ്റുക. ഇതാണ് നമുക്ക് ചെയ്യാൻ കഴിയും. അതല്ലാതെ ഇവിടെ ഒരു പുതിയ ഒരാളും പുറത്തുനിന്ന് വന്നിട്ട് ഇതിനെ രക്ഷിക്കാനില്ല. ഇതിൽ നിന്നെല്ലാം വിട്ടുനിന്നിട്ട് ഒരു അരാഷ്ട്രീയവാദിയായിട്ട് നിങ്ങൾക്ക് നിലകൊള്ളാനാകില്ല എന്ന് തന്നെയാണ് അവിടെ സാന്ദർഭികമായിട്ട് എനിക്ക് പറയാനുള്ളത്. കാരണം അങ്ങനെ തന്നെയാണ് സമസ്ത മാറിയത്. സമസ്തയിലേക്ക് ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ വരാനിരിക്കുന്ന മുസ്ലിങ്ങളായിട്ടുള്ള വ്യക്തികൾ, കൂടുതൽ വിദ്യ നേടി പഠിച്ച വ്യക്തികൾ വരുമ്പോൾ ഇപ്പോൾ സ്റ്റേജിലേക്ക് കയറുന്നത് പോലും പ്രശ്നമാണ് എന്നൊക്കെ പറയുന്ന മൊല്ലാക്കന്മാർ ഇന്ന് ജീവിച്ചിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇന്നത് ചർച്ചാ വിഷയമായത്. ഒരു കാലത്ത് ഇനി അതൊന്നും അല്ല കാണാൻ പോകുന്നത്. അങ്ങനെയൊന്നും ഒരു വിഷയമേ ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ അത് തനിയെ ഉണ്ടാവില്ല. അത് നമ്മൾ ഇതുപോലെ പറഞ്ഞും വിമർശിച്ചും അത് ചൂണ്ടിക്കാട്ടിയും ഇതുപോലെ ഇങ്ങനെ നിറച്ച് നിർത്തുമ്പോൾ അതിൻ്റെ ഒരു പ്രഷറിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഡെമോക്രറ്റൈസിങ് പ്രഷർ, ട്രാൻസ്ഫോമിങ് പ്രഷർ, സെക്യുലറൈസിങ് പ്രഷർ എന്ന് പറയുന്ന സാധനമാണ് ഈ മാറ്റം കൊണ്ടുവരുന്നത്. അത് മാറ്റിയ ഒരു കൂട്ടമാണ് സമസ്ത എന്നൊന്ന് പറയുകയാണ്. അവിടെ ജസ്റ്റ് ഒരു വാചകം ഞാൻ വായിക്കുകയാണ്. 1938-43 കാലഘട്ടത്തിൽ തലശ്ശേരി കോൺവെൻറ്റ് സ്കൂളിലെ ഏക മുസ്ലിം പെൺകുട്ടിയായിരുന്നു
മാളിയേക്കൽ മറിയുമ്മ. സ്കൂളിലേക്ക് പോകും വഴി സമുദായ പ്രമാണിമാർ പോലും വഴിയരികിൽ നിന്ന് പരിഹസിക്കുമായിരുന്നു. എന്തിനാണ്? ഇംഗ്ലീഷ് പഠിക്കുന്നതിന്. മതപണ്ഡിതനായിരുന്ന അച്ഛൻ OV അബ്ദുള്ള സീനിയർ ആയിരുന്നു അന്ന് മറിയുമ്മയ്ക്ക് കരുത്തായത്. സമുദായ പ്രമാണിമാരുടെ എതിർപ്പിൽ നിരവധി മുസ്ലിം സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസ അവകാശം മുടക്കിയിരുന്നു. ബോക്കോ ഹറാമായിട്ടന്ന് മാറിയത് സമസ്തയാണ്. അക്കാലത്തെന്ന് മറിയുമ്മ പിന്നീട് പലപ്പോഴും ഓർത്തെടുത്തിരുന്നു. മാളിയേക്കൽ തറവാട്ടിൽ നിന്ന് അലിഗഡിൽ പോയി പഠിച്ച ആയിഷ, ആമിന, അലീമ എന്നിവരായിരുന്നു മറിയമ്മയുടെ മുന്നിലെ മാതൃകകൾ എന്നും കൂടി നിങ്ങളിവിടെ ഒന്ന് ഓർത്തെടുക്കുക. അപ്പോൾ സമസ്തയെ ഇവിടെ കൂട്ടി ഒന്ന് സ്മരിക്കാതെ, ആ സ്മരണ അവിടെ നിന്ന് ഉണർത്താതെ നമുക്ക് ബോക്കോ ഹറാമിനെ കുറിച്ച് പറയാൻ കഴിയില്ല എന്ന് പറയാണ്. ഈ വിഷയം ഞാനിവിടെ വായിച്ച പാസേജൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ആഴത്തിൽ സമയമെടുത്ത് വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ദ തിങ്ക് എന്ന് പറയുന്ന മാഗസിനിൽ നമ്മുടെ മുജീബ് റഹ്മാൻ കിനാലൂർ എഴുതിയ ഒരു ആർട്ടിക്കിൾ അവിടെ കിടപ്പുണ്ട്. ഇംഗ്ലീഷ് എപ്പോഴാണ് നരകത്തിൽ നിന്ന് കരകയറിയത്? അത് പറയാൻ ഞാൻ വിട്ടുപോയതാണ്. ഇവിടെ സമസ്ത പറഞ്ഞുകൊണ്ട് നടന്നത് ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷയാണ് എന്നാണ് ഇവിടെ പറഞ്ഞു വെച്ചിരുന്നത് എന്നും കൂടി നിങ്ങളൊന്ന് ഓർത്തേക്കുക. അതായത് കേരളത്തിലെ ബോക്കോ ഹറാമായ വെസ്റ്റേണൈസേഷൻ ഈസ് സാക്രിലേജ് എന്ന് ഇന്ത്യയിൽ, കേരളത്തിൽ പറഞ്ഞുകൊണ്ടിരുന്ന സമസ്ത അവിടെ ഇംഗ്ലീഷ് ഭാഷയെ വിശേഷിപ്പിച്ചിരുന്നത് പോലും ഇംഗ്ലീഷ് ഭാഷ എന്നത് നരകത്തിലെ ഭാഷ എന്ന് തന്നെയായിരുന്നു. അതിൽ നിന്ന് കരകയറിയത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു ആർട്ടിക്കിൾ, നല്ല ഒരു ആർട്ടിക്കിൾ, എല്ലാ വിശദമായിട്ട് അതിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ട്. അത് തിങ്ക് എന്ന് പറയുന്ന മാഗസിനിൽ കിടപ്പുണ്ട്, നിങ്ങൾക്ക് വായിക്കാം. അത് അതിൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ആ ടൈറ്റിൽ കോപ്പി പേസ്റ്റ് ചെയ്ത ആ ആർട്ടിക്കിൾ അവിടെ കിട്ടും. മുജീബ് റഹ്മാൻ കിനാലൂരാണ് അത് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അത് വായിക്കാം. നമുക്ക് ബാക്ക് ടു ബോക്കോ ഹറാം. ഈ ബോക്കോ ഹറാം 2002 ഉണ്ടാക്കി എന്ന് ഞാൻ പറഞ്ഞു. അതിനുശേഷം ഈ നൈജീരിയയിൽ നിലനിന്നിരുന്ന എല്ലാ പ്രശ്നങ്ങളും നമ്മളിവിടെ പറയാറുണ്ട്. ഇപ്പോൾ SDPI ഇവിടെ വന്നു, അതുപോലെ പോപ്പുലർ ഫ്രണ്ട് ഇവിടെ വന്നു. എന്തായിരുന്നു അവരുടെ മുന്നിൽ അവർ ഏറ്റവും കൂടുതൽ ഉയർത്തി കാണിച്ചിരുന്ന പ്രശ്നങ്ങൾ എന്തായിരുന്നു? ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ഇവിടുത്തെ അഴിമതി പ്രശ്നങ്ങൾ, റിപ്പബ്ലിക്കിനെ രക്ഷിക്കുക എന്ന് പറയുന്ന പ്രശ്നം, സംഘപരിവാറിനെ എതിർക്കുക എന്ന് പറയുന്ന പ്രശ്നം, ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ വെച്ചുകൊണ്ട് സാമ്രാജ്യത്വത്തെ എതിർക്കുക എന്ന് പറയുന്നത്, കമ്മ്യൂണിസത്തെ പോലും അവരൊരു ഘട്ടത്തിൽ എതിർക്കുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. എന്തൊക്കെയായാലും അങ്ങനെയൊക്കെ പറഞ്ഞു ഓരോ വിഷയത്തെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിനുള്ള പരിഹാരം എന്താണ്? ആ പരിഹാരം എന്ന് പറയുന്നത് ഇസ്ലാമിക് ശരിയാണ്. അവിടെയാണ് നമ്മൾ തെറ്റുന്നത്. ബാക്കി പറഞ്ഞതൊക്കെ ശരി, നമുക്ക് വിഷയങ്ങളുണ്ട്, ഇല്ല എന്നല്ല നമ്മൾ പറയുന്നത്. ഒരു ലോകത്തെ ഒരു സമൂഹവും 100% ഒരു പ്രശ്നവും ഇല്ലാതെ നിലനിൽക്കുന്ന സമൂഹമല്ല. കൂടിയും കുറഞ്ഞും, ചെറുതും വലുതും, അതുപോലെ പ്രശ്നങ്ങൾ 1, 2 അല്ലെങ്കിൽ 10, 100 എന്നുള്ള രീതിയിൽ പല എണ്ണത്തിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സ്ഥലങ്ങളാണ് ലോകത്തെല്ലായിടത്തും. ഒരു സ്ഥലവും അങ്ങനെ പൂർണ്ണമായിട്ട് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ലാതെ നിലനിൽക്കുന്നില്ല. നൈജീരിയയും അങ്ങനെയല്ല. അങ്ങനെ ഉണ്ടായിരുന്ന നൈജീരിയയിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവിടുത്തെ പ്ലാച്ചിമട പ്രശ്നം, അവിടുത്തെ ഗെയിൽ പൈപ്പ് ലൈൻ പ്രശ്നം, അവിടുത്തെ മറ്റേ വെള്ളപ്പൊക്കം, പിന്നെ അവിടെ ഡാം തുറന്നു വിട്ടതിൻ്റെ പ്രശ്നം, അവിടുത്തെ RSSൻ്റെ പ്രശ്നം, അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവിടെ ബോക്കോ ഹറാം എന്ത് പറഞ്ഞു? നമുക്കിതിനുള്ള പരിഹാരമുണ്ട് നമ്മുടെ പോക്കറ്റിൽ. ആ സാമാനമാണ് ഈ പറയുന്ന ഇസ്ലാമിക് ശരിയ എന്ന് പറഞ്ഞിട്ട് അതുമായിട്ട് അവർ കളിക്കാനിറങ്ങി 2009. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് കണ്ടത് ബോക്കോ ഹറാം അവിടെ നടത്തി വിട്ട വലിയ പ്രശ്നങ്ങൾ, അവിടെ നടന്ന സായുധ പോരാട്ടങ്ങൾ, ആളുകളെ പിടിച്ചുകൊണ്ട് പോകുന്നത്, ഈ ക്രിസ്ത്യാനികളായിട്ടുള്ള അവിശ്വാസികളെ പിടിച്ചുകൊണ്ട് പോയിട്ട് അടിമകളാക്കി മാറ്റുന്നത്, അവരെ ഗർഭിണികളാക്കുന്നത്, അവരെ പിടിച്ച് കല്യാണം കഴിക്കുന്നത്, അവരെ അതിലുള്ള പുരുഷന്മാരെ വെച്ചുകൊണ്ട് ഫൈറ്റേഴ്സാക്കി കൺവേർട്ട് ചെയ്യുന്നത്, പിന്നെ അവരെ തട്ടിക്കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കുന്നത്, ഇതുപോലെയുള്ള പരിപാടികൾ അവരവിടെ നിരന്തരം തുടർന്നുകൊണ്ടിരുന്നു. ഇതാണ് അവിടെ കാണുന്നത്. അങ്ങനെ അവസാനം 2015 ആയപ്പോഴേക്കും അവർ ബോക്കോ ഹറാം എന്നുള്ള സാധനം അത് അവർ ഒന്ന് ഐസിസുമായിട്ട് കൈകോർത്ത് ഇപ്പോൾ നമ്മൾ ബായ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ 2-1 അങ്ങ് പ്രഖ്യാപിക്കുന്നു. അങ്ങനെ ബോക്കോ ഹറാം ഐസിസുമായിട്ട് കൈകോർക്കുകയാണ് സുഹൃത്തുക്കളെ, കൈകോർക്കുകയാണ്. അങ്ങനെ അവരുടെ പേര് മാറ്റിയിട്ട് അതിന് ISWAP എന്ന് 2015 16 ഒക്കെ ആക്കി മാറ്റുന്നു. ഇതാണ് പിന്നെ നമ്മൾ കണ്ടത്. പക്ഷേ അപ്പോഴേക്കും അതിനകത്തുള്ള ചില ആളുകൾ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ മുതലാളി ഇദ്ദേഹമായിരുന്നു കേട്ടോ, മുഹമ്മദ് യൂസുഫ് എന്ന് പറയുന്ന ആളാണ് ഈ ബോക്കോ ഹറാമിൻ്റെ മുതലാളി. ഇദ്ദേഹം സ്വയം വെടിവെച്ച് കൊന്നു എന്നൊക്കെ, ചത്തു എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഇദ്ദേഹം 2020-21 ആയപ്പോഴേക്കും ഇദ്ദേഹത്തിൻ്റെ വെടി തീർന്നു എന്നാണ് പറയുന്നത്. എന്തായാലും അങ്ങനെ ആ സംഭവം അതിനുശേഷം ഈ ബോക്കോ ഹറാം ഈ ISWAP ആയി എന്ന് പറഞ്ഞെങ്കിലും കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഇവരുടെ ഇടയിൽ തന്നെ ഒരു പ്രശ്നം ഉടലെടുക്കുകയും നമുക്ക് നമ്മളുടെ ആ പഴയ പേര് തന്നെയാണ് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ ബോക്കോ ഹറാമുമായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു.
പിന്നെ ഇപ്പോൾ ISWAP എന്ന് പറയുന്ന മറ്റൊരു ഗ്രൂപ്പുമായിട്ട് വരുന്നു. അപ്പോൾ എന്താ ഇപ്പോൾ ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഒരു ഗ്രൂപ്പേ ഉണ്ടായിരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ 2 തീവ്രവാദ ഗ്രൂപ്പുകളായിട്ട് മാറി. അങ്ങനെ നൈജീരിയ പ്രസവിച്ചു 2 തീവ്രവാദ സംഘങ്ങളെ എന്ന് പറയുന്നതാണ് ശരി. കാരണം ആദ്യം ബോക്കോ ഹറാം ഉണ്ടായി, ബോക്കോ ഹറാം ഐസിസുമായിട്ട് കൂടിച്ചേർന്നു. അങ്ങനെ ഐസിസുമായിട്ട് കൂടിച്ചേർന്നതിന് ശേഷം 2 സാധനങ്ങൾ ഉണ്ടാകുന്നു. ഒന്ന് ബോക്കോ ഹറാമും പിന്നെ ഒന്ന് ISWAPയും. ഇതാണ് ഇപ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ 2 ആളുകളാണ്, ഒന്ന് ഈസ്റ്റിലും ഒന്ന് വെസ്റ്റിലും പരിപാടികൾ ഇങ്ങനെ ഒന്നിങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. അതായത് ഒരു സ്ഥലത്ത് താലികെട്ടാണെങ്കിൽ ഇപ്പുറത്ത് പാലുകാച്ചൽ എന്ന് പറയുന്ന പോലെ ഒന്നെങ്കിൽ മറ്റേ നോർത്ത് ഈസ്റ്റിൽ അല്ലെങ്കിൽ ഇപ്പുറത്ത് നോർത്ത് വെസ്റ്റിൽ എന്തായാലും തട്ടിക്കൊണ്ടു പോക്കും ബാക്കി പരിപാടികളൊക്കെ അവിടെ നിർബാധം തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മൂപ്പര് ഏതായാലും കാറ്റ് പോയതുകൊണ്ട് കാര്യങ്ങൾക്ക് കുറച്ച് ഒരു ആശ്വാസമുണ്ട് നമ്മളെ മുഹമ്മദ് യൂസുഫ്. പിന്നെ ഈ അബ്ഡക്ഷൻസ് അവിടെ നടക്കുന്ന ചിബോക്ക് എന്ന് പറയുന്ന പ്രദേശം അതൊരു നൊട്ടോറിയസ് ആയിട്ടുള്ള സ്ഥലമാണ് ഈ തരത്തിലുള്ള ഈ കാര്യങ്ങൾക്ക്. അതായത് നിരന്തരം ഈ തട്ടിക്കൊണ്ടുപോകലുകൾ നടക്കുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് അവിടെ നടക്കുന്നത് എന്ത് എന്നുള്ളത് സംബന്ധിച്ചിട്ടൊരു ചെറിയൊരു ആർട്ടിക്കിൾ BBC വന്നതിൻ്റെ ചില ഭാഗങ്ങൾ ഒന്ന് കാണാം. അപ്പോൾ അതിൽ ഈ ചിബോക്ക് സ്കൂളിൻ്റെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. എന്തുകൊണ്ടാണ് അവിടെ ആളുകൾ പോകുന്നത്? അതായത് മറ്റ് സ്ഥലങ്ങളിൽ ഈ ബോക്കോ ഹറാം നിരന്തരം വേട്ടയാടൽ തുടർന്നപ്പോൾ കുറച്ചെങ്കിലും സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ട് ചിബോക്ക് ആളുകൾ കാണാൻ തുടങ്ങുകയും അവിടേക്ക് മാറി അവിടെ പഠിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ ഇത് കൊള്ളാലോ പരിപാടി എന്ന് പറഞ്ഞിട്ട് അവരുടെ ശ്രദ്ധ ചിബോക്കിലേക്ക് മാറ്റുന്നു. ഇതാണ് ഉണ്ടായത്. ഇനി നമുക്ക് ചില ഹദീസുകളിലേക്ക് പോകാം, മറ്റൊരു ന്യൂസ് ഭാഗങ്ങളിലേക്ക് പോകാം. മെനി സ്കൂൾസ് ഇൻ ദ റീജിയൻ ഹാഡ് ഷട്ട് ഡൗൺ. ബോക്കോ ഹറാം വാസ് ടാർഗറ്റിംഗ് ദം ബിക്കോസ് ഓഫ് ദെയർ opposition to Western education, നമ്മുടെ സമസ്ത, which the militants believe corrupts the values of Muslims. നമ്മൾ പറഞ്ഞു, അതായത് ഷറഇൽ മക്രൂഹ് ആണെങ്കിലും അവരെ നേരത്തെ നമ്മൾ വായിച്ച സമസ്തയുടെ കുറിപ്പിൻ്റെ ബാക്കി ഭാഗങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുക. കിനാലൂരിൻ്റെ പോസ്റ്റ് വായിച്ചാൽ അതിനകത്ത് കിടപ്പുണ്ട് കുറേയൊക്കെ. അതിലവർ എഴുതി വെക്കുന്നുണ്ട് എന്താണ് ഈ ഇസ്ലാമിൽ ഈ ഇംഗ്ലീഷ് പഠിച്ചാലുള്ള കുഴപ്പം. ഇംഗ്ലീഷ് പഠിച്ചാൽ നിങ്ങൾ പല സാധനങ്ങളും വേറെയും പഠിക്കും. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ അത് ഫിത്തന ആകും. അത് ഫിത്തനയായി കഴിഞ്ഞാൽ നിങ്ങളുടെ മതം വിശ്വാസം നഷ്ടപ്പെടാൻ പോലും അത് വഴിയാകും, നിങ്ങളെ നരകത്തിലേക്ക് എത്തിക്കും. അതുകൊണ്ടാണ് ഇംഗ്ലീഷ് സമം നരകം. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നരകത്തിലെ ഭാഷയാണ് എന്ന് അവിടെ വിധി എഴുതുന്നത് അതാണ്. ഇപ്പോൾ TV റേഡിയോ എന്നൊക്കെ പറയുന്ന സാധനത്തെ ചെകുത്താൻ പെട്ടി എന്ന് പോലും ഒരു കാലത്ത് വിളിച്ചിരുന്നത് പോലെ ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ വെച്ച് തന്നെയായിരുന്നു. അപ്പോൾ ആളുകളിത് പറയുമ്പോൾ അവർ പറയുക ഇംഗ്ലീഷ് ഭാഷയോടുള്ള എതിർപ്പിൻ്റെ കാരണം ബ്രിട്ടീഷുകാരോടുള്ള എതിർപ്പിൻ്റെ കാരണം കൊണ്ടാണ് എന്നൊക്കെയാണ് പറയുക. പക്ഷേ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ സമസ്തയുടെ പഴയ നേതാക്കളൊക്കെ ബ്രിട്ടീഷുകാരോടൊപ്പം നിന്ന് തന്നെയാണ് നിന്നിട്ടുള്ളത്. അവരെ ബ്രിട്ടീഷുകാരിവിടെ ഉണ്ടാകുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു നിന്നിരുന്ന ആളുകളാണ് പഴയ സമസ്തയുടെ നേതാക്കൾ. അപ്പോൾ ഒരു കാര്യം ഇവിടെ ഓർക്കേണ്ടത്, നമ്മളിവിടെ പറയാറുണ്ട് നമ്മളുടെ സവർക്കർ ഷൂ നക്കിയതിനെക്കുറിച്ച്. സവർക്കറൊക്കെ ഷൂ നക്കുന്നതിനേക്കാൾ മുന്നേ ബ്രിട്ടീഷുകാരുടെ ഷൂവും അണ്ടർവെയറൊക്കെ നക്കി തുടച്ചിട്ടുള്ള ചരിത്രമാണ് ഇവിടുത്തെ സമസ്തയ്ക്കുള്ളത് എന്നൊന്ന് ഓർക്കുന്നത് നല്ലതാണ്. അതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ ആ ആർട്ടിക്കിൾ കിടപ്പുണ്ട്, നിങ്ങൾക്ക് സൗകര്യം പോലെ വായിക്കാം. അപ്പോൾ അത് ഒന്ന് സാന്ദർഭികമായിട്ടൊന്ന് പറഞ്ഞു വെക്കുകയാണ്. എന്നീ ഇതുപോലെ ഓരോ സംഭവങ്ങൾ നിങ്ങൾക്ക് ഇവിടെ വായിക്കാം. ദ ചിബോക്ക് ഹാഡ് നോട്ട് ബീൻ അറ്റാക്ഡ് ബിഫോർ, സോ ഇറ്റ് വാസ് ഫെൽറ്റ് സേഫ് ടു യൂസ് ദ സ്കൂൾ ഫോർ ദ ഇമ്പോർട്ടൻറ്റ് ഫൈനൽ ഇയർ എക്സാംസ്. മെനി ഓഫ് ദ പീപ്പിൾസ് വർ ക്രിസ്ത്യൻസ്. ദ ഗൺമാൻ അറൈവ്ഡ് ഇൻ ദ ടൗൺ ലേറ്റ് അറ്റ് നൈറ്റ്. നേരം പുലരുന്ന സമയത്ത് ഇൻ എ ബ്ലേസ് ഓഫ് ഗൺ ഫയർ ആൻഡ് ഹെഡഡ് ഫോർ ദ സ്കൂൾ വേർ ദേ റെയ്ഡഡ് ദ ഡോർമിറ്ററീസ് ആൻഡ് ലോഡഡ് 276 ഗേൾസ് ഓൺ ടു ദ ലോറീസ്. അതായത് ഗോത്രത്തിൻ്റെ ചുറ്റ് അവർ വന്ന് നിൽക്കുന്നു. നേരം പരപര വെളുക്കുന്നതിന് തൊട്ട് മുന്നേ വന്നുകൊണ്ട് അവിടെ വെടി വെച്ചുകൊണ്ട് അവർ ലോറിയിലേക്ക് 276 കുട്ടികളെയാണ് ഇന്ന് 2014 തട്ടിക്കൊണ്ടു പോകുന്നത്. Some managed to escape within hours of their kidnapping, mostly by jumping off the lorries and running off into the bushes. ഇതാണ് അന്ന് സംഭവിച്ചത്. In total 219 girls were taken away. 219 പേരെ കൊണ്ടുപോയി. ഇനി അതിൽ അവർ പറയുന്ന ചില ഡയലോഗ്സ് ഇവിടെ പറഞ്ഞു വെക്കുക. വൺ ഓഫ് ദോസ് ഗേൾസ് ഹു ഡിഡ് എസ്കേപ്പ് ടോൾ ദ BBC ഹൗസ സർവീസ് ദ മിലിറ്റൻസ് ഹാഡ് സെഡ്. മിലിറ്റൻറ്റ് പറയുകയാണ്, യു ആർ ഓൺലി കമ്മിങ് ടു സ്കൂൾ ഫോർ പ്രോസ്റ്റിറ്റ്യൂഷൻ. നിങ്ങൾ ഈ സ്കൂളിലേക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ വരുന്നത് എന്തിനു വേണ്ടിയാണ്? പ്രോസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ടാണ്. ബോക്കോ, അതായത് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ഈസ് ഹറാം, ഫോർബിഡൻ. അതാണ് നമ്മളുടെ ബോക്കോ ഹറാം. സോ വാട്ട് ആർ യു ഡൂയിങ് ഇൻ ദ സ്കൂൾ എന്ന് അവിടെ ചോദിച്ചു നോക്കുന്നത്. അതുകൊണ്ട് മര്യാദയ്ക്ക് ഇറങ്ങിക്കോ, ലോറിയിൽ കയറിക്കോ എന്ന് പറഞ്ഞ് കയറ്റിക്കൊണ്ട് പോകുന്നു. അത് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി അടുത്തത്, നമ്മളിപ്പോൾ ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയിട്ടുള്ള ഹോസ്റ്റേജസിനെ കുറിച്ച് നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾക്ക് ഇവിടെ മറ്റൊരു സാധനം കേൾക്കാം. ദ അബ്ഡക്ഷൻ ആൻഡ് ദ ബ്ലേസ് ഓഫ് പബ്ലിസിറ്റി ദാറ്റ് ഫോളോഡ് കെയിം ആസ് ബോക്കോ ഹറാം വാസ് ഗ്രോയിങ് ഇൻ സ്ട്രെങ്ത് ആൻഡ് ക്യാപ്ചറിങ് ടെറിട്ടറി. ക്യാപ്റ്റീവ്സ് ഫ്രം ദ വില്ലേജസ് ദേ വർ ടേക്കിംഗ് over were generally put to work. അവരെ ജോലിയിലേക്ക് വെക്കുന്നു. The boys are fighters while women and girls were often forced to become wives of men in the group.
അതായത് ഈ പിടിച്ചെടുക്കുന്നതിലെ പുരുഷന്മാരെയും കുട്ടികളെയും ആൺകുട്ടികളെയൊക്കെ അവർ കൊണ്ടുപോയി ഫൈറ്റേഴ്സാക്കി മാറ്റുന്നു, ജോലി എടുക്കുന്നതിന് വേണ്ടി മാറ്റുന്നു. സ്ത്രീകളെയും പെൺകുട്ടികളെയും എന്ത് ചെയ്യുന്നു, അവരെ വൈഫ്സ് ഓഫ് മെൻ ഇൻ ദ ഗ്രൂപ്പ്, ആ ബോക്കോ ഹറാമികൾക്ക് ഭാര്യമാരാക്കി മാറ്റുന്ന പരിപാടിയാണ് അവരവിടെ ചെയ്തുകൊണ്ടിരുന്നത്. കുൽസിത പ്രവൃത്തികൾ അങ്ങനെയൊക്കെയാണ്. എന്തായാലും ഇത് വലിയ ചർച്ചയായ വിഷയമാണ്, എക്സെപ്റ്റ് എമംഗ് മുസ്ലിംസ്. മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് ഇതൊരിക്കലും ചർച്ചാ വിഷയമാകാറില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനത് ഇവിടെ എടുത്തൊന്ന് പറയേണ്ടി വരുന്നത്. കാരണം നമ്മൾ പറഞ്ഞു, ഇതൊക്കെ വിഷയമാകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു സംഖ്യയുണ്ടാകണം, അല്ലെങ്കിൽ ഒരു അമേരിക്കക്കാരനുണ്ടാകണം, അതും അല്ലെങ്കിൽ ഒരു ജൂതനെങ്കിലും മിനിമം ഉണ്ടാകണം എന്നതാണ് നമ്മുടെ നാട്ടിലെ ഒരു നാട്ടു നടപ്പ്. എന്നാലേ നിലവിളിയും കരച്ചിലും ഒക്കെ വരികയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഏതായാലും കുറേ കാലം നമ്മൾ കണ്ടു ഈ ബ്രിങ് ബാക്ക് അവർ ഗേൾസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഗതി. ഇന്നും അതിൽ പല ആളുകളെയും കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് അതിൻ്റെ വാർത്തകൾ. ഇന്നും ആളുകളെ പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പോഴും 2000-ഓളം ആളുകൾ ഈ ബോക്കോ ഹറാമിൻ്റെ കസ്റ്റഡിയിലുണ്ട് എന്നാണ് പുതിയ വിവരങ്ങളൊക്കെ പറഞ്ഞ് വെക്കുന്നത്. 2000-ഓളം അടിമകൾ ബോക്കോ ഹറാമിൻ്റെ കൂടെ ഉണ്ട് എന്ന് അവിടെ നിങ്ങൾ ഓർത്തേക്കുക. അപ്പോൾ എന്തുകൊണ്ടാണ് ബോക്കോ ഹറാം അങ്ങനെ കൊണ്ടുപോകുന്നത്? ബിക്കോസ് യുദ്ധത്തിൽ പിടിക്കപ്പെടുന്ന ആളുകളിലുള്ള സ്ത്രീകളെ നിങ്ങൾക്ക് വലത് കൈ ഉടമപ്പെടുത്താം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ വലത് കൈ ഉടമപ്പെടുത്തിയവർ എന്ന് നിങ്ങൾ ഖുർആനിൽ പല സ്ഥലങ്ങളിലായിട്ട് കണ്ടിട്ടുണ്ടാവും. എന്താണ് ആ സാമാനം? ആ സാമാനമാണ് ഈ സാമാനം, അടിമ സ്ത്രീകൾ എന്ന് പറയുന്ന സാധനം. അവരെ നിങ്ങൾക്ക് എന്തും ചെയ്യുക, കല്യാണം കഴിക്കുക, മഹർ കൊടുക്കുക, അമ്മാരി പരിപാടിയൊന്നുമില്ല, നിങ്ങൾക്ക് തോന്നുന്ന പോലെ പൂശാം എന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതിലും വലിയ ഡെക്കറേഷൻ ഒന്നുമില്ല. ഇത് ഞാനിങ്ങനെ പറയണത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ ബഹുമാനത്തോടു കൂടെ പറയേണ്ട ഒരു സാധനമേ അല്ല. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് പച്ചയായ ഇത്തരത്തിലുള്ള അക്രമമാണ്, മാനവിക വിരുദ്ധതയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അടിമത്തം തന്നെയാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത്. അതിന്ന് ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇന്ന് കേരളത്തിലടക്കം അത് നടന്നേനെ എന്നത് തന്നെയാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അതൊന്ന് നിങ്ങൾ തിരിച്ചറിയുന്നത് നന്നായിരിക്കും. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും പിടിച്ചടക്കലുകൾ നടക്കുന്നു. പക്ഷേ നമ്മുടെ മുന്നിലേക്ക് ചിത്രങ്ങൾ വരുന്നത് ഇപ്പോൾ പുതിയതൊന്നും കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം നിങ്ങളുടെ മനസ്സിലേക്ക് ഈ ചിത്രം ഒന്ന് പതിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ആ ക്യാമറ കുറച്ച് ഇത്രയും അടുത്തേക്ക് ഇങ്ങനെ കൊണ്ടുവരിക. എന്നിട്ട് ഒരു 2 മിനിറ്റ് നേരം ഈ ചിത്രത്തിലേക്ക് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി ഒരു 2 മിനിറ്റ് നേരം ഇരിക്കുക. പിന്നെ ഒരു 3 കൊല്ലത്തേക്ക് നിങ്ങളുടെ കണ്ണിൽ നിന്നും ഈ ചിത്രം ആയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെയെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ആ ചിത്രം ഒന്ന് പതിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാനിവിടെ ഈ വിഷയം അവസാനിപ്പിക്കുകയാണ്. നമ്മളുടെ ഈ തരത്തിലുള്ള കാര്യങ്ങൾ എത്രമാത്രം അപലപനീയമാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഈ വിഷയം ചർച്ചാ വിഷയമാകുന്നില്ല എന്നതാണ് നമ്മളെയൊക്കെ ഇതിൽ ചൊടിപ്പിക്കുന്നത്. ഇന്നും ഒരാൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചിരുന്നു, എന്തുകൊണ്ട് ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്നു, മറ്റു മതങ്ങൾ എന്തുകൊണ്ട് വിമർശിക്കുന്നില്ല? ഒറ്റ വാക്കിൽ എനിക്ക് ഉത്തരേ പറയാനുള്ളൂ. എന്താണത്? ഇന്ന് പേ പിടിച്ചിട്ടുള്ളൊരു പട്ടി അത് ഇസ്ലാമാണ്. മറ്റു പട്ടികൾക്ക് ഇന്ന് പേ പിടിച്ചിട്ടില്ല. മറ്റു പട്ടികൾക്ക് പേ പിടിച്ചാൽ നമ്മൾ തീർച്ചയായിട്ടും ആ പട്ടികളെയും വിമർശിച്ചിരിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ആവർത്തിക്കാനുള്ളത്. അപ്പോൾ കൂടുതൽ എന്തുകൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കുന്നു എന്ന് ചോദിച്ച് പിന്നാലെ കൂടേണ്ട. ഞാൻ ഇന്നലെയും പറഞ്ഞു, അതായത് ലോകത്തെ 2023 പുറത്ത് വിട്ട ആ കണക്ക് പ്രകാരം മേജർ 4 ടെററിസ്റ്റ് ഓർഗനൈസേഷൻസ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ 4 ഇസ്ലാമിക തീവ്രവാദ സംഘടനകളാണ്. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളത് വരുന്നുള്ളൂ എന്നതുപോലും നിങ്ങളൊന്ന് ഓർത്തേക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇസ്ലാമിനെ വിമർശിച്ചിരിക്കും. ആ 4 ഒരു ഹിന്ദു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഹിന്ദു മതത്തെ വിമർശിച്ചാൽ, അതിനകത്തൊരു ക്രിസ്ത്യൻ ഒരു ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളത് വിമർശിച്ചാൽ ഇല്ല. നിർഭാഗ്യവശാൽ അതിനകത്തില്ല. അതുകൊണ്ട് തൽക്കാലം നമ്മൾ ഈ പേ പിടിച്ച ഇസ്ലാം എന്ന പട്ടിയെ തന്നെയാണ് വിമർശിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് സമയമുണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാം. തൽക്കാലം ഇപ്പം അങ്ങനെ അങ്ങോട്ട് പോട്ടെ. അപ്പോൾ അതുകൊണ്ട് മര്യാദയ്ക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക, പിന്നെ തുടർന്നും സപ്പോർട്ട് ചെയ്യുക. ഞാനത് അങ്ങനെ പറയുന്നത് വേറെ ഒന്നുകൊണ്ടുമല്ല, ഈ വിഷയങ്ങൾ ചർച്ചയാകണം എന്നുള്ളൊരു ആത്മാർത്ഥമായ ഒരു ഉദ്ദേശം കൊണ്ട് തന്നെയാണ്. ഇത് തുടർന്നും ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളൊരു അവസ്ഥ നമ്മുടെ മുന്നിലുണ്ട്. വേറെ ആരും ഇത് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. എക്സ് മുസ്ലിങ്ങളായിട്ടുള്ള മറ്റ് ചാനൽ മുതലാളിമാരൊക്കെ ഇന്ന് ഉസ്താദുമാരെ റോസ്റ്റ് ചെയ്ത് മാത്രം സമയം കളയുന്ന ഒരു നിലയാണുള്ളത്. അതുപോലെ ഉസ്താദുമാരെ റോസ്റ്റ് ചെയ്യാൻ നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. പക്ഷേ ഇതുപോലെയുള്ള വിഷയങ്ങളാണ് എന്തുകൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കപ്പെടണം എന്നുള്ളത് മുസ്ലിങ്ങളിലേക്ക് എത്തിക്കേണ്ടത് എന്നതാണ് എൻ്റെ ഒരു ബലമായ ഒരു വിശ്വാസം. മറ്റേത് വേണ്ട എന്നല്ല, അത് വേണം. പക്ഷേ അത് മാത്രമായിട്ട് പോകുന്നതാണ് കാണുന്നത്. അതുപോരാ. ഇതുപോലെ പൊളിറ്റിക്സിൽ നമ്മളിതിൻ്റെ ആ പ്രാധാന്യം അത് നമ്മൾ കാണണം. ഞാൻ പറഞ്ഞല്ലോ, ലോകത്ത് കണക്കുകൾ എടുത്തിട്ടുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കുമ്പോൾ അതിൽ കാണുന്നത് എന്താണ്? എന്തുകൊണ്ട് ആളുകൾ മതം വിടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മതത്തിനകത്ത് വൈരുദ്ധ്യങ്ങളോ, ശാസ്ത്രം പഠിച്ചപ്പോൾ കണ്ടെത്തിയ പ്രശ്നങ്ങളോ, അതിനകത്ത് കുത്തുവിട്ടുപോയതോ, കോമ കൂടിപ്പോയതോ, ഇതൊന്നുമല്ല ആളുകളെ ഇസ്ലാമിൽ നിന്നും അകറ്റിയതിൻ്റെ പ്രധാന പ്രശ്നം. ഇസ്ലാമിൽ നിന്നും ആളുകളെ അകറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 63% ആളുകൾ ഒരേ സ്വരത്തിൽ പറഞ്ഞ കാര്യം ഇസ്ലാം വേഴ്സസ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന വിഷയമാണ്. അതായത് പൊളിറ്റിക്സ്
പൊളിറ്റിക്സിൽ അത് വരുന്ന സമയത്ത് മനുഷ്യനും തമ്മിലുള്ള ഇടപെടലിൽ അവിടെ മതം കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ഫെയിലിയേഴ്സ്, അതിൻ്റെ പ്രശ്നങ്ങൾ, അത് തന്നെയാണ് മനുഷ്യനെ മതത്തിൽ നിന്നും അകറ്റുന്നത്. ഇസ്ലാമിൽ നിന്നും അകറ്റിയത് പ്രധാന കാരണം അത് തന്നെയാണ്. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ഇവിടെ കൂടുതൽ എടുത്ത് പറയേണ്ടത്. അതിപ്പോൾ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഇന്നിപ്പോൾ ഇൻ്റർനാഷണൽ വിമൻസ് ഡേയിൽ നമ്മൾ പറയുമ്പോൾ, അതുപോലെ ഓരോ വിഷയത്തിലും നമുക്ക് എടുത്ത് പറയാനുള്ളത് അത് തന്നെയാണ്. ഇനിയിപ്പോൾ അപ്പോസ്റ്റസി ഡേ വരുന്നു, ഈ മാസം തന്നെയാണ് എൻഡിലാണെന്നാണ് അറിയുന്നത്. അതുപോലെ ഓരോരോ വിഷയങ്ങൾ വരുമ്പോൾ അവിടെയെല്ലാം കടന്നു വരുന്നത് ഈ മതം മനുഷ്യന് സൃഷ്ടിക്കുന്ന തടസ്സങ്ങൾ, പ്രശ്നങ്ങൾ തന്നെയാണ്. ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ് ആണ്. ഈ തട്ടിക്കൊണ്ട് പോകൽ എന്ന് പറയുന്നത് പോലും ഒരു മനുഷ്യൻ്റെ വിദ്യാഭ്യാസത്തിന് നേരെയും അവരുടെ ഫ്രീ ആയിട്ട് ജീവിക്കാനുള്ള അവകാശത്തിന് നേരെയുമുള്ള കടന്നുകയറ്റം പോലുമായിട്ട് ഇവിടെ കാണാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ അതൊരു അപകടമാണ്, ഒരു തെറ്റായ ഒരു സന്ദേശമാണ് നമുക്ക് തരുന്നത്. അത് തിരിച്ച് അങ്ങനെ കണ്ടേ പറ്റുള്ളൂ, അവരെ കാണിച്ചേ പറ്റുള്ളൂ എന്നൊരു നിർബന്ധം നമുക്കുണ്ട്. അപ്പോൾ എന്തായാലും ഇത് ഇത്ര നേരം കേട്ടിരുന്ന ആളുകൾക്ക് നന്ദി. മറ്റൊരു വിഷയമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. സപ്പോർട്ട് ചെയ്ത എല്ലാ ആളുകൾക്കും ഒരിക്കൽ കൂടി നന്ദി. ഗുഡ് നൈറ്റ്.